Hi, good morning. So, we are going to start with the fourth module, which is about the structures of international political economy. Okay. നമ്മൾ കഴിഞ്ഞ 3 മോഡ്യൂൾസിലും ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കോണമി എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്, പിന്നെ വേരിയസ് തിയറിറ്റിക്കൽ അപ്രോച്ചസ് എന്താണ്, പിന്നെ കൺവെൻഷണൽ ന്യൂ ക്ലാസിക്കൽ തിയറിയുടെ പ്രശ്നം എന്താണ്, പുതിയ തിയറീസ് എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ മോഡ്യൂളിൽ നമ്മൾ ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കോണമി ആസ് എ സബ്ജക്റ്റ് അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു ഫ്രെയിംവർക്ക് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനാലിസിസ് മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സ്ട്രക്ചേഴ്സ് ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കോണമി? സോ ബേസിക്കലി നമുക്ക് 4 സ്ട്രക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്, ഫൈനാൻസ് ആൻഡ് മോണിറ്ററി സ്ട്രക്ചർ, ഗ്ലോബൽ സെക്യൂരിറ്റി സ്ട്രക്ചർ, പിന്നെ നോളജ് ആൻഡ് ടെക്നോളജി സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ എന്തിനാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ എക്കോണമി അനാലിസിസിൽ സാധാരണഗതിയിൽ സ്ട്രക്ചർ എന്ന് റെഫർ ചെയ്യുന്നത് ഒരു എന്താണ്, ഒരു ഫോം കൊടുക്കുന്ന ഒരു സംഗതി. ഇറ്റ് മേ നോട്ട് ബി വിസിബിൾ, ഇറ്റ് നീഡ് നോട്ട് ബി വിസിബിൾ. ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ പറയുമല്ലോ, ക്ലാസ് റൂമിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് ഒരു രീതി ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു സംഗതിയായിട്ട് വിചാരിച്ചാൽ മതി. പക്ഷേ ദ സിഗ്നിഫിക്കൻറ്റ് തിങ് ഈസ് someone will be deciding the structure. ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കോണമിയിൽ തന്നെയും ഒരു ബേസിക് ആർഗ്യുമെന്റ് വരുന്നത് നമ്മുടെ സൂസൻ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ട്രേഡ് ആണെങ്കിലും, പിന്നെ ഇന്റർനാഷണൽ ഫൈനാൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ പവർ ഹെജമണി ഓഫ് എ കൺട്രി, ഏത് രാജ്യത്തിന് എത്ര സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള പല സംഗതികളും തീരുമാനിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ടല്ല, ഇങ്ങനെ പലതരം സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ് എന്നുള്ളതാണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്. ഇനി പ്രൊഡക്ഷൻ സ്ട്രക്ചർ ആൻഡ് ട്രേഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൂ പ്രൊഡ്യൂസസ് വാട്ട് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ട്രേഡഡ്. ഈ ഗ്ലോബിൽ ആരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഓക്കെ, അത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ആര് എവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം അതെങ്ങനെ തീരുമാനിക്കപ്പെടുന്നു. മറ്റൊന്ന്, പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ മാത്രം പോരല്ലോ, ദാറ്റ് നീഡ്സ് ടു ബി ട്രേഡഡ് അക്രോസ്. ഒരിടത്ത് ഉണ്ടാകുന്ന സാധനം വേറെ സ്ഥലത്ത് എത്തണം, അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അതെങ്ങനെയാണ് ഓവർ ദ പീരിയഡ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഇനി വി നോ ദാറ്റ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ ഒരു സംഗതി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അസറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് വരണം, പൈസ വരണം, ഫണ്ട് വരണം എന്ന് പറയില്ലേ, അതുപോലെ. സോ ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അതാണ് ഇന്റർനാഷണൽ ഫൈനാൻസ് ആൻഡ് മോണിറ്ററി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി there is a security structure which is a global security structure. Okay, because നമുക്കറിയാലോ, നേഷൻ സ്റ്റേറ്റിനെ പറ്റിയും ഡൊമസ്റ്റിക് എക്കോണമിയെ പറ്റിയും പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, ഒരു സ്റ്റേറ്റിന്റെ എമർജൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ വി സേ ലൈക്ക് മാർക്കറ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ദർ ഈസ് എ നീഡ് ഫോർ എ പവർഫുൾ ആക്ടർ ടു ensure law and order. That could be an explanation for the emergence of state. ഒരു രാജ്യത്ത് നിയമങ്ങൾ തീരുമാനിച്ച് ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കാൻ ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് അവിടുത്തെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നത്. ഇനി വെൻ വി തിങ്ക് അബൌട്ട് ഗ്ലോബൽ ട്രേഡ്, ഇന്റർനാഷണലി വരുന്ന സമയത്ത് ഇത് ആര് എൻഷുർ ചെയ്യും, ആൻഡ് അതിൽ എന്തൊക്കെയാണ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളത്. ഓക്കെ, ഒരാളുടെ പ്രോപ്പർട്ടി ഒരിടത്തു നിന്ന് വേറിടത്ത് ട്രേഡ് ചെയ്യുന്നു, അത് അവിടെ എത്തിക്കഴിഞ്ഞ് ഫണ്ട് തിരിച്ചു കിട്ടിയില്ല, ആരതിൽ ഇടപെടും. അതല്ലെങ്കിൽ റീസെന്റ് എക്സാമ്പിൾ വുഡ് ബി ടെററിസം. നിങ്ങളുടെ എന്ത് റിസോഴ്സോ പ്രോപ്പർട്ടിയോ ലൈഫോ ഡിഗ്നിറ്റിയോ എന്തോ ആയിക്കൊള്ളട്ടെ, എന്തിനും നിങ്ങൾക്ക് ഇന്റർനാഷണലി ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി നമുക്കറിയാം മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഒരു രാജ്യമല്ല അവർ തീരുമാനിക്കുന്നത്, ഒരു രാജ്യത്തിനുള്ളിലല്ല അവരുടെ പ്രവർത്തനങ്ങൾ. വർക്കേഴ്സും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒരു ടെറിട്ടറിയുടെ ഉള്ളിൽ നിൽക്കുന്നില്ല. അപ്പം ഇന്റർനാഷണലി ഇതെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. ഇതിനെ വരുന്ന ഒരു വൺ ഓഫ് ദ ത്രെറ്റ്സ് എന്ന് പറയുന്നത്, നമുക്ക് സെക്യൂരിറ്റി ത്രെറ്റ്, ടെററിസം ആക്ടിവിറ്റീസ് വരുമ്പോൾ നമുക്കത് കാണാം. അതല്ലെങ്കിൽ എൻവയോൺമെന്റ്. ട്രഡീഷണലി നമ്മൾ ത്രെട്ടായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താണ്, കടലിൽ കൂടെ ഷിപ്പ് പോകുമ്പം ഹൂ വിൽ പ്രൊട്ടക്ട് ദാറ്റ് ഷിപ്പ്, കടൽക്കൊള്ളക്കാർ വരില്ലേ, അത്തരം ത്രെട്ടുകൾ ആണ് സെക്യൂരിറ്റി ത്രെറ്റ്സ് എങ്കിൽ, റീസെന്റ് ആയിട്ട് നമ്മൾ അത് മാത്രമല്ല ഐഡന്റിഫൈ ചെയ്യുന്നത്, ഈവൻ ഹങ്കർ ആൻഡ് പോവർട്ടി. ഓക്കെ, ദാറ്റ് ഓൾസോ കുഡ് ബി എ ത്രെറ്റ്.
അപ്പോൾ അത്രയും ലൈക്ക് വിപുലമാണ് ഇപ്പം സെക്യൂരിറ്റി, ഗ്ലോബൽ സെക്യൂരിറ്റിയെ പറ്റിയുള്ള കോൺസെപ്റ്റ്സ്. പക്ഷെ അതിൽ ഇതെല്ലാം വരുന്നുണ്ട്. ബിക്കോസ് കൺവെൻഷനലി ഗ്ലോബൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രോമിനന്റ് സംഗതി മിലിറ്ററി തന്നെയാണ്. ലൈക്ക് there should be a force which is ensuring that the law and order or the system is protected. ഓക്കെ, ദാറ്റ് ഈസ് ദെയർ. പക്ഷെ ഞാൻ പറഞ്ഞത് മിലിറ്ററി തൊട്ട് ക്ലൈമറ്റ് തൊട്ട് എല്ലാ സംഗതികളും ഇപ്പം ഗ്ലോബൽ സെക്യൂരിറ്റി സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എൻഷുറിങ് എന്താണ് ഗ്ലോബൽ ട്രേഡ് ആൻഡ് ഓൾ അതർ ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നോളജ് ആൻഡ് ടെക്നോളജി സ്ട്രക്ചറാണ്. നോളജ് ആൻഡ് ടെക്നോളജി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, as you know, in modern world, what matters the most is, in a way, the new knowledge. കഴിഞ്ഞ മൊഡ്യൂളിൽ we discussed about it. Research and development വഴി, if someone is having a new information, a new technology, a new innovation with them, they could actually get a lot more like advantage. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഈ രീതിയിൽ നോളജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോഡേൺ എക്കോണമിയിൽ വളരെ പ്രധാനമാണ്. ഓക്കെ, നോളജും ടെക്നോളജിയും എല്ലാം. ഇനി ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ, അൺലൈക്ക് ഓൾ അതർ കമോഡിറ്റീസ് ആൻഡ് സർവീസസ്, നോളജിനും ടെക്നോളജിക്കും ഒക്കെ വേറൊരു പ്രത്യേകതയുണ്ട്. ലൈക്ക് ഇഫ് യു ആർ പ്രൊഡ്യൂസിങ് എ മൊബൈൽ ഫോൺ, യു ക്യാൻ ടേക്ക് കൺട്രോൾ ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. മൊബൈൽ ഫോൺ എവിടെ വെക്കണം, ആരുപയോഗിക്കണം, ആർക്ക് വിൽക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ വാട്ട് ഇഫ് ദിസ് ഇസ് എ ന്യൂ ടെക്നോളജി? നിങ്ങൾ ആ ടെക്നോളജി നിങ്ങളുടെ ഫേമിൽ ഡെവലപ്പ് ചെയ്തെടുത്തു, ആ ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങളൊരു പ്രൊഡക്ഷൻ നടത്തുന്നു. പുതിയൊരു മൊബൈൽ ഫോണിലെ ഒരു ഫീച്ചർ, നിങ്ങൾ ഒരു പുതിയ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ നടത്തി നിങ്ങളുടെ കമ്പനിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തു. നിങ്ങളത് ചെയ്യുന്നത് കുറേ വർക്കേഴ്സിനെ വെച്ചിട്ടാണ്. അവർക്ക് ഈ ടെക്നോളജിയുടെ നോഹവ് ഉണ്ട്, ഇതെങ്ങനെ ചെയ്യണം എന്നറിയാം. അവർ നാളെ നിങ്ങളുടെ ഫേമിൽ നിന്ന് റിസൈൻ ചെയ്ത് വേറൊരു ഫേമിൽ പോയി നിങ്ങളുടെ ഈ നോഹവ് മറ്റവർക്ക് വിറ്റാലോ? യു ഗോട്ട് ദ പോയിന്റ്, റൈറ്റ്? These are the complications related to knowledge and technology structure. Knowledge and technology എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹൗ ടു പ്രൊട്ടക്ട് ഓർ ഹൗ ടു പ്രൊവൈഡ്. ഇനി ഒരു ഫേം അവരുടേതായ ഒരു നോളജ് ഓർ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ലൈഫ്, ലോകം അവസാനിക്കുന്നിടത്തോളം അവർക്കേ കിട്ടാവൂ എന്ന് പറയാൻ പറ്റുമോ? അഗെയിൻ ദാറ്റ് മേ നോട്ട് ബി കൈൻഡ് ഓഫ് എ റൈറ്റ് തിങ്. ഓക്കെ, സോ അപ്പം അവരുടെ ഇൻവെസ്റ്റ്മെന്റും അവരുടെ ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ ദ ഗ്ലോബ് ഹാസ് ടു ടേക്ക് കെയർ ഓഫ് എങ്ങനെയാണ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വെൽബീയിങ് ഓഫ് ദ ഹ്യൂമാനിറ്റി. അപ്പോൾ അത്തരം സംഗതികളൊക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു സംഗതിയാണ് നോളജ് ആൻഡ് ടെക്നോളജി സ്ട്രക്ചർ. ആൻഡ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിനും ഈ പറഞ്ഞ പോലെ ഒരു ഇന്റർനാഷണൽ ബോഡി അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ റൂൾ ബുക്ക് വേണമല്ലോ. ഇതെങ്ങനെയാണ് അക്രോസ് ദ കൺട്രീസ് പ്രൊട്ടക്ട് ചെയ്യപ്പെടാൻ പോകുന്നത് എന്നൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നോളജ് ആൻഡ് ടെക്നോളജി സ്ട്രക്ചർ. ഇനി ദ ലാസ്റ്റ് ടോപ്പിക് വുഡ് ബി ലൈക്ക് പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് ഗ്ലോബലൈസേഷൻ. വി നോ വാട്ട് ഗ്ലോബലൈസേഷൻ ഈസ്. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിന, അത് പൊളിറ്റിക്കലുണ്ട്, ഇക്കണോമിക്കലുണ്ട്, കൾച്ചറലുണ്ട്. എന്ന് പറഞ്ഞാൽ ബോർഡേഴ്സ് പരിഗണിക്കാതെ ഫൈനാൻസ് ആണെങ്കിലും ഇൻഫർമേഷൻ ആണെങ്കിലും കൾച്ചർ ആണെങ്കിലും പിന്നെ ഐഡിയാസ് ആണെങ്കിലും എന്താണെങ്കിലും, നമ്മളിപ്പോൾ പറയുമല്ലോ വേൾഡ് ഇസ് ലൈക്ക് ഗ്ലോബ് ഇസ് എ വില്ലേജ് എന്ന്. രാജ്യങ്ങൾ പോലും മാറ്റർ ചെയ്യുന്നില്ല. ആ രീതിയിലുള്ള ഒരു ഫിനോമിനയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഗ്ലോബലൈസേഷന് നമ്മളൊരു പൊളിറ്റിക്കൽ ഇക്കോണമി ലെൻസിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ സംഗതി ഇഷ്യൂസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇനിക്വാലിറ്റി വിച്ച് ഈസ് പെർസിസ്റ്റിംഗ് ആൻഡ് വൈഡനിങ്, gender issues which recently started getting attention, environment എന്ന് വരുന്ന ഇഷ്യൂസ്. അത് വീണ്ടും ദാറ്റ് ഈസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ മാത്രം ഇഷ്യൂ അല്ല, അല്ലെങ്കിൽ ഒരു ലോക്കൽ ഇഷ്യൂ അല്ല. മെനി ടൈംസ് ഇറ്റ് കുഡ് ബി എ ലോക്കൽ ഇഷ്യൂ. ഒരു ഫാക്ടറി നിങ്ങളുടെ പോണ്ട് പൊല്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോക്കൽ ഇഷ്യൂ ആണ്. പക്ഷേ നിങ്ങളുടെ ഫാക്ടറി CFC ക്ലോറോഫ്ലോറോ കാർബൺ പുറത്തുവിടുന്നുണ്ടെങ്കിലോ അത് നിങ്ങൾ മാത്രമല്ല ബാധിക്കുക, അത് ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മളെ ഈ നമ്മുടെ എൻറ്റയർ പ്ലാനറ്റിനെ ഇൻ എ വേ ഇറ്റ് ക്യാൻ എഫക്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊരു ഗ്ലോബൽ കോമൺ എന്നാണ് നമ്മൾ ക്ലൈമറ്റിനെയും എൻവയോൺമെന്റിനെയും പരിഗണിക്കുന്നത്. അത് ഗ്ലോബലൈസേഷൻ അതിന് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടാക്കുന്നു, എന്തൊക്കെ സൊല്യൂഷൻസ് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ഇതാണ് ബ്രോഡ്ലി ഈ മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഗ്ലോബൽ പ്രൊഡക്ഷൻ സ്ട്രക്ചർ? ഗ്ലോബൽ പ്രൊഡക്ഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ how the production and distribution of goods and services occur globally.
അതായത് എവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇപ്പം മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഒരു രാജ്യത്തായിരിക്കും, പിന്നെ സർവീസസിൽ ലാർജ്ലി പ്രൊഡക്ഷൻ നടക്കുന്ന വേറൊരു രാജ്യത്തായിരിക്കും, പിന്നെ അങ്ങനെ അതായത് എവിടെ എന്ത് പ്രൊഡക്ഷൻ നടക്കുന്നു, ഇനി പ്രൊഡക്ഷൻ നടന്നിട്ട് അത് എങ്ങനെയാണ് പല സ്ഥലത്ത് എത്തുന്നത്, അത് ട്രേഡിൽ വരും, അത് നെക്സ്റ്റ് സ്ട്രക്ചറാണ്. ഇതിൽ നമ്മൾ പ്രൊഡക്ഷൻ സ്ട്രക്ചറാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഗ്ലോബലി എങ്ങനെ നടക്കുന്നു. ആൻഡ് നമ്മൾ കഴിഞ്ഞ ന്യൂ സ്ട്രാറ്റജിക് തിയറിയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നതും അതിൻ്റെ ട്രേഡും എല്ലാ രാജ്യങ്ങളുടെയും റിലേഷൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ US-ഉം ചൈനയും തമ്മിൽ ഒരു ഇഷ്യൂ നടക്കുന്നു, അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങളിൽ കോണ്ടസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ എബൌട്ട് ആര് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആരെവിടെ കൂടുതൽ വിൽക്കുന്നു, ആർക്കാണ് ഗ്ലോബലി കുറച്ചും കൂടെ പവർ കിട്ടുന്നത്. ഇനി ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പം ജപ്പാൻ ഇതിൽ എന്ത് സ്റ്റാൻഡ് എടുക്കുന്നു എന്ന് ചോദിച്ചാൽ ജപ്പാനിൽ എന്താണ് പ്രൊഡക്ഷൻ നടക്കുന്നത്, ഈ താരിഫ് ഒക്കെ വരുന്ന സമയത്ത് ജപ്പാൻ അതിൽ എന്ത് അഡ്വാൻറ്റേജ് ഉണ്ട്, ജപ്പാൻ ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ജർമ്മനിയുടെ മാർക്കറ്റിനെയും അവരുടെ പൊളിറ്റിക്സിനെയും ഇത് എങ്ങനെ എഫക്ട് ചെയ്യും. ഇങ്ങനെ കുറേ സംഗതികൾ ഈസ് ഓൾസോ കണക്റ്റഡ് ടു ദിസ് പ്രൊഡക്ഷൻ സ്ട്രക്ചർ. അപ്പോൾ ഹൗ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ ഗ്ലോബലി എന്നാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആപ്പിൾ ഐഫോൺ ആണെന്ന് വിചാരിക്കുക. ആപ്പിൾ ഐഫോണിന്റെ ഡിസൈൻ US-ലായിരിക്കും, അതിൻ്റെ പല പാർട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊറിയയിലായിരിക്കും, ചൈനയിലായിരിക്കും വർക്കേഴ്സ് അത് അസംബിൾ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ബ്രാൻഡിങ് നടക്കുന്നത് ചിലപ്പോൾ US-ലായിരിക്കും, അല്ലെങ്കിൽ ജപ്പാനിലായിരിക്കും, വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഗ്ലോബൽ വാല്യൂ ചെയിൻ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഗ്ലോബലൈസേഷന് ശേഷമുള്ള കാലഘട്ടത്തിൽ ലാർജ്ലി ഇങ്ങനെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. പ്രൊഡക്ഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് മുഴുവൻ സാധനവും പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവരത് എക്സ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അത് പണ്ട് അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പം മൾട്ടിനാഷണൽ കമ്പനീസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്, പല സ്ഥലത്തായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ദർ ഈസ് ഇന്റർഡിപെൻഡൻസ് എമംഗ് എക്കോണമീസ്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും ട്രേഡ് പോളിസി എൻ്റെ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ രണ്ട് രാജ്യത്തുമായിട്ടായിരിക്കും ഒരു പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ അത് എഫക്റ്റ് ചെയ്യും. ഈ രാജ്യത്ത് നിന്ന് അവര് ഇത്രയും ചെയ്തു വെച്ച സാധനം മറ്റു രാജ്യത്തോട്ട് നേരത്തെ കൊണ്ടുവന്ന പോലെ അവർക്ക് ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്ഷനെ അത് അങ്ങനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ട്രേഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാണോ എന്നുള്ളത് ദാറ്റ് ഗ്ലോബൽ എക്കണോമിക് പവറിനെ എഫക്ട് ചെയ്യും, രാജ്യങ്ങളുടെ കോമ്പറ്റീറ്റീവ്നെസ്സിനെ എഫക്ട് ചെയ്യും. അതനുസരിച്ചായിരിക്കും പോളിസി റെസ്പോൺസസ് വരിക. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ന പ്രൊഡക്ഷൻ ഹബ്സ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ആ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇന്ത്യയിൽ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെ, പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിൻ്റെ ഭാഗമായിരിക്കും, അത് പല MNCസിൻ്റെ ഓണർഷിപ്പിലായിരിക്കും. ആസ് എ കൺട്രി നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എംപ്ലോയ്മെന്റും വേജും പ്രൊട്ടക്ട് ചെയ്യണം. അപ്പം അതിനെ ഹിൻഡർ ചെയ്യുന്ന ഒരു പോളിസി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് ഇമ്പാക്റ്റ് എന്താണെന്ന് നമ്മൾ പരിഗണിക്കും. ഇനി നമ്മുടെ അത്തരം ട്രേഡ് ഇൻട്രസ്റ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു നയം മറ്റൊരു രാജ്യം എടുത്താൽ ഡെഫിനറ്റ്ലി വി വിൽ ഹാവ് എ കൗണ്ടർ പോളിസി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഇപ്പോഴത്തെ ട്രേഡ് സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, ഈ ഹ്യൂജ് ഇന്റർഡിപെൻഡൻസും പോളിസി റെസ്പോൺസ്, അതായത് പോളിസികൾ വഴി അതിൽ രാജ്യങ്ങളുടെ ഒരു റെസ്പോൺസുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. ഇനിയും ഇങ്ങനത്തെ ഒരു ട്രേഡ് സ്ട്രക്ചർ ഉള്ളതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്? രാജ്യങ്ങളുടെ എക്കണോമിക് സോവറിനിറ്റി, പിന്നെ ലേബർ സ്റ്റാൻഡേർഡ്സ്, എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ്, ഇനിക്വാലിറ്റി, ഇതിൻ്റെയൊക്കെ പറ്റി ലൈക്ക് വി നീഡ് ടു ബി കെയർഫുൾ. കാരണം എന്താണ്, ഇപ്പം ഒരു MNC ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യും എന്ന് കാണുമ്പോൾ ഒരു രാജ്യം, അതും ഹൈലി ഡെവലപ്ഡ് ആവണമെന്നില്ല, സ്ട്രഗ്ലിംഗ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോളിസീസിൽ ചിലപ്പോൾ ഫ്ലെക്സിബിൾ ആവേണ്ടി വരും, ചിലപ്പോൾ ലേബർ സ്റ്റാൻഡേർഡ്സ് ചീപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇത്തരത്തിലുള്ളൊരു ട്രേഡ് സ്ട്രക്ചറിന്റെ പ്രത്യേകതയാണ്. അതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഫ്രാഗ്മെന്റേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൊത്തം സാധനം ഒരു സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക അല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഗ്ലോബൽ വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു രാജ്യത്ത് തുടങ്ങി പല രാജ്യങ്ങൾ ക്രോസ് ചെയ്ത് വരുന്ന ഒരു സംഗതിയാണ് ഈ ഗ്ലോബൽ വാല്യൂ ചെയിൻ. അപ്പം പല സ്ഥലത്ത് സെപ്പറേറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്.
മറ്റൊരു കാര്യം ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്നുള്ളതാണ്. ഈ പല സ്ഥലത്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനലി ബ്രാൻഡ് ചെയ്തൊരു പ്രോഡക്റ്റ്, ഇപ്പോൾ US ബ്രാൻഡ് ചെയ്ത ഒരു ആപ്പിൾ ഫോൺ, ഈ ആപ്പിൾ ഐഫോൺ എന്ന് പറയുന്ന സാധനം ലോകം മുഴുവനും എത്തിക്കുകയും വേണം. സോ ദർ ഇസ് എ ഗ്ലോബൽ സപ്ലൈ ചെയിൻ. ഓക്കെ, പ്രൊഡ്യൂസേഴ്സിനെയും സപ്ലയേഴ്സിനെയും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സപ്ലൈ ചെയിൻ അഗെയിൻ എക്സിസ്റ്റ് ദയർ. ഇനി ഈ രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ട്രാൻസ്നാഷണൽ കോർഡിനേഷൻ വേണം. ഒരു രാജ്യം മാത്രം പോരാ, പല രാജ്യങ്ങളും പല ലൊക്കേഷൻസും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം അവർക്ക് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ആയിരിക്കും, പക്ഷെ അതിന്റെ പ്രൊഡക്ഷൻ തീർത്ത് ഡിസ്ട്രിബ്യൂഷനിലെത്താൻ. ഇത് ഈ പ്രോസസ്സ്, ഈ ട്രേഡ് സ്ട്രക്ചർ കൊണ്ടെത്തിക്കുന്നത് ഒരു വെർട്ടിക്കൽ സ്പെഷ്യലൈസേഷനിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മോഡ്യൂളിലും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു, പല രാജ്യങ്ങൾക്ക് പല സംഗതികളിലായിരിക്കും സ്പെഷ്യലൈസേഷൻ. അതിന് വെർട്ടിക്കൽ എന്ന് പറയാൻ കാരണം ചില രാജ്യങ്ങൾ ചിലപ്പോൾ ജസ്റ്റ് റോ മെറ്റീരിയൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ഫൈനലി അതൊരു വെർട്ടിക്കൽ ഡയഗ്രാം ആയിട്ട് ഒരു കുത്തനെ നിങ്ങൾ നോക്കിയാൽ അവരെപ്പോഴും അതിന്റെ താഴ്ഭാഗത്തായിരിക്കും, എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഇതിന് ടെക്നോളജി ആഡ് ചെയ്യുന്നവരുണ്ട്, ബ്രാൻഡ് ചെയ്യുന്നവരുണ്ട്, ഇൻ ബിറ്റ്വീൻ ഉള്ള സാധനങ്ങൾ ഫിക്സ് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വാല്യൂ അഡീഷന്റെ ടോപ്പിൽ നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ടാവും, അവർക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പം ഒരു വെർട്ടിക്കൽ സ്പെഷ്യലൈസേഷൻ ഈ ഒരു എന്താണ് വാല്യൂ ചെയിനിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ട്രേഡ് സ്ട്രക്ചർ കൊണ്ട് വരുന്നുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാല്യൂ അൺഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിലിക്കൺ എന്തെങ്കിലും ഒരു മിനറൽ ആയിരിക്കും ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് എടുക്കുന്നത്, ആ രാജ്യത്ത് നിന്ന് നിങ്ങൾക്ക് റോ മെറ്റീരിയൽ മാത്രം മതി. സോ അതുകൊണ്ട് നിങ്ങൾ അവിടെ വാല്യൂ അഡീഷൻ കുറവാണ്, ആ രാജ്യത്തെ എംപ്ലോയ്മെന്റ് ജനറേഷൻ ലോ വേജ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ രീതിയിൽ അതുകൊണ്ട് മെച്ചം വരുന്നില്ല. അതേസമയം അവരുടെ റോ മെറ്റീരിയൽ എടുത്ത് ഇപ്പോൾ ചൈനയെ കൊണ്ടുപോയി ചീപ്പ് ലേബർ ഉപയോഗിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഫൈനലി US വന്നായിരിക്കും അതിനെ ബ്രാൻഡ് ചെയ്തെടുക്കുന്നത്. പക്ഷെ അവിടെ ആയിരിക്കും ആ ഓരോ സ്റ്റേജിലും വാല്യൂ ആഡ് ചെയ്ത് പ്രൈസ് ആഡ് ചെയ്ത് നിങ്ങൾ ഒരു 20,000 രൂപ ആയിരിക്കും US ബ്രാൻഡിങ്ങിന് തൊട്ട് മുമ്പ് ആ പ്രോഡക്റ്റിന്റെ പ്രൈസ്. പക്ഷെ ബ്രാൻഡിങ് കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ പ്രൈസ് ഒറ്റയടിക്ക് 50,000 ആക്കുകയാണ്. അപ്പം അത്രയും വലിയൊരു വാല്യൂ അഡീഷൻ ഈ ഒരു സ്പെസിഫിക് രാജ്യത്ത് വരും. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് മുഴുവൻ അവർക്കായിരിക്കും. അങ്ങനെയാണ് ഇത് എന്താണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ കോസ് ചെയ്യുന്നത്. ദിസ് ഇസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ ഓഫ് എ ഗ്ലോബൽ വാല്യൂ ചെയിൻ. എന്ന് പറഞ്ഞാൽ ഒരു ടീഷർട്ട് ആണെന്ന് വിചാരിക്കുക, അത് ഉണ്ടാക്കണമെങ്കിൽ കോട്ടൺ ഇന്ത്യയിൽ നിന്നായിരിക്കും, ഡൈ ചൈനയിൽ നിന്നായിരിക്കും, സ്റ്റിച്ച് ചെയ്യുന്ന ബംഗ്ലാദേശിലായിരിക്കും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഈ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് ഈ സാധനം തിരിച്ച് US എത്തിയിട്ടായിരിക്കും അവർ ആ ബ്രാൻഡ് അസൈൻ ചെയ്യുക. പൊതുവെ നമ്മൾ പറയും, നമ്മൾ ഈ പല ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇന്റർനാഷണൽ ബ്രാൻഡ്സും ഇതൊക്കെ സ്റ്റിച്ചിങ്ങും മെറ്റീരിയലും ഒന്നാണ്, ബ്രാൻഡിങ്ങേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അത് ഇങ്ങനെ പറയുന്നതാണ്. ഈ പല ഇൻഗ്രീഡിയൻസ് പല സ്ഥലത്തു നിന്ന് എടുത്തിട്ട് ഫൈനൽ ബ്രാൻഡിങ് നടക്കുന്ന രാജ്യം അല്ലെങ്കിൽ പ്ലേസ്, അവിടെ ആയിരിക്കും അവര് ഈ വലിയൊരു വാല്യൂ ഡിഫറൻസ് കൊടുക്കുന്നതും. അതുകൊണ്ട് എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്നവർക്കും അവിടുത്തെ മാനേജ്മെന്റിനും അവിടുത്തെ വർക്കേഴ്സിനുമാണ് ഈ വൺ അഡീഷനിലെ ബെനിഫിറ്റ് കിട്ടുക. ഓക്കെ, ആൻഡ് പിന്നെ അത് ലൈക്ക് ഒരു റോ മെറ്റീരിയൽസും ഒക്കെ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് എടുത്തിട്ട് they may actually provide the final product. ഈ സൈക്കിളിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് പല സാധനം പല സ്ഥലത്തു നിന്ന് എടുത്തിട്ട് ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെയാണ് അവർ ഇന്റർനാഷണലി എത്തിക്കുന്നത് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഫീച്ചർ ഓഫ് കറണ്ട് എന്താണ് പ്രൊഡക്ഷൻ സ്ട്രക്ചർ. ഇനി ട്രേഡ് സ്ട്രക്ചർ നോക്കുക. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനൽ ഫോമിൽ എത്തിക്കുന്നു. ഇനി രണ്ടാമത് എന്താണ് ട്രേഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷേപ്സ് and defines the rules, norms, institutions and all other things that drive international trade. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു റിയൽ ആയിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ആ പ്രൊഡക്ഷൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ട്രേഡ് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തുന്ന സംഗതിയാണ്. അതിനെ തീരുമാനിക്കുന്ന കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസും കുറെ എന്താണ് സ്ട്രക്ചേഴ്സും ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ നോക്കുന്നതാണ് ഗ്ലോബൽ ട്രേഡ് സ്ട്രക്ചർ. ഗ്ലോബൽ ട്രേഡ് സ്ട്രക്ചറിൽ നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പം WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇപ്പോൾ WTOയുടെ പ്രത്യേകത അവരാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ട്രേഡിൽ ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള ഒരുപാട് ഫ്രീ ട്രേഡ് ആർഗ്യുമെന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ US ഒരുപാട് ടാരിഫ് ഒക്കെ ഇമ്പോസ് ചെയ്തല്ലോ അവരുടെ പ്രോഡക്ട്സിന് പല രാജ്യങ്ങളെ പുറത്തു. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ലോക രാജ്യങ്ങളൊക്കെ എവിടെയാണ് കംപ്ലൈന്റ് ചെയ്യുന്നത്, WTOയിലാണ്. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ
ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിൽ ആരെങ്കിലും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാൻ നമുക്കുള്ള ഒരു ഇന്റർനാഷണൽ ബോഡിയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. എല്ലാ രാജ്യങ്ങളും ഒപ്പിട്ടിട്ട്, റഷ്യയൊക്കെയാണ് അതിൽ ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 96 or 97. പക്ഷേ ഇപ്പോൾ ലോകരാജ്യങ്ങൾ മിക്കവാറും എല്ലാ രാജ്യങ്ങളും, ഐ ഡോണ്ട് തിങ്ക് എനി വൺ, അതിൽ മാറി നിൽക്കുന്ന ഒരു രാജ്യത്തിനോടും പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അതിൽ മെമ്പേഴ്സ് ആണ്. എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു കൂടി കുറെ നിയമങ്ങൾ ട്രേഡിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിനെതിരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പം ആ ഡിസ്ക്രിമിനേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ മെമ്പർ കൺട്രിക്ക് WTOയിൽ പോയിട്ട് പരാതി ഫയൽ ചെയ്യാം. ആ പരാതി അവിടെ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ ഈ പരാതിയിൽ കഴമ്പുണ്ടോ ഉണ്ടെങ്കിൽ ഈ മറ്റേ കൺട്രി അതിനെന്താണ് പിന്നെ എന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്നൊക്കെ. പിന്നെ ഇതിനൊക്കെ ഉപരിയുള്ള കാര്യം, ലൈക്ക് വി ഓൾ നോ, ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അവർ ഇത്രയും പവർഫുൾ ആയ രാജ്യമായതുകൊണ്ട് തന്നെ അറ്റ് ടൈംസ് വാട്ട് വുഡ് ഹാപ്പൻ ഇസ് US-നെതിരെ ഒരു പരാതി പോയിട്ടുണ്ടെങ്കിൽ ഇഫ് US is not responding to it, അതിനെതിരെ ഒരു എന്താണ് റിറ്റാലിയേഷൻ വരുന്നത് WTOയിൽ പൊതുവെ പതുക്കെയാണ്, അല്ലെങ്കിൽ അത്ര എഫക്റ്റീവ് അല്ല. പക്ഷേ എഫക്റ്റീവായിട്ട് റെസ്പോൺസസ് വരുന്നില്ല എന്ന് കണ്ടാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പം നമുക്ക് വേറെ ഒരുപാട് ബൈലാറ്ററൽ ആൻഡ് മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ എന്താണ് ബ്രസീലും ഇന്ത്യയും എല്ലാം കൂടെ പേര് പെട്ടെന്ന് വരുന്നില്ല, 8 ഡെവലപ്പിംഗ് കൺട്രീസ് ചേർന്നിട്ട്, എനിവേ ഞാൻ പിന്നെ പറയാം. നമ്മുടെ ഇവിടെ ഇപ്പൊ ഈയിടയ്ക്ക് സമ്മിറ്റ് ഒക്കെ നടന്നതാണ്, എനിവേ G20 എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അത്തരം US-ഉം മെയിൻ രാജ്യങ്ങളും മാറി നിന്നിട്ടുള്ള മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ദേ മേ കം ടുഗദർ എഗൻസ്റ്റ് ദി സൂപ്പർ പവേഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രൊവിഷൻ എപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ സൂപ്പർ പവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ പോലും ഇതിൽ പങ്കെടുക്കുകയും ഇതിന്റെ നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ WTO ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ട്രേഡിൽ സെറ്റ് ചെയ്യുന്നതിന്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രേഡ് അഗ്രിമെന്റ്സ്, ഓക്കെ, എന്ന് പറഞ്ഞാൽ ആസിയൻ, നമ്മൾ പറഞ്ഞ പോലെ നാഫ്ത അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ, ഇങ്ങനെ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങൾ, മൾട്ടിലാറ്ററൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 കൺട്രീസ്, റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിയാനൊക്കെ പോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചുള്ള ഈ രീതിയിൽ ഒരുപാട് ട്രേഡ് അഗ്രിമെന്റ്സ് വരുന്നുണ്ട്. അതിന്റെ പ്രധാന ഉദ്ദേശം ഞാൻ ഈ പറഞ്ഞ പോലെ 2 രാജ്യങ്ങൾ തമ്മിലെന്ന് പറയുമ്പോൾ അത് ഫ്രീ ട്രേഡിനെതിരാണ്. ബിക്കോസ് 2 രാജ്യങ്ങൾ തമ്മിലെ ട്രേഡിൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് തീരുമാനിക്കുന്നത് ഫ്രീ ട്രേഡ് കോൺസെപ്റ്റിനും WTOയ്ക്കും എതിരാണ്. പക്ഷേ അതിന് നമ്മൾ പറയുന്ന ഒരു ന്യായമുണ്ട്, തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ് എന്ന്. ഫസ്റ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരും ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ ഫ്രീ ട്രേഡ് ആണ്. ഇനി ഫസ്റ്റ് ബെസ്റ്റ് നടന്നില്ലെങ്കിലോ, സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഒരു രാജ്യമായിട്ടോ നിങ്ങൾക്ക് കൂടുതൽ ട്രേഡുള്ള കുറച്ച് രാജ്യങ്ങളുമായിട്ടോ നിങ്ങളൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. അപ്പോൾ ആ എഗ്രിമെന്റിലുള്ള രാജ്യങ്ങളുടെ ഉള്ളിൽ കുറച്ചും കൂടെ ഫ്രീ ട്രേഡ് ആയിരിക്കും. അവരൊന്നിച്ച് നിന്ന്, നമ്മൾ ക്ലാസ്സിലൊക്കെ കാണില്ലേ, 30 പേരുള്ള ക്ലാസ് ആയിരിക്കും. അപ്പം ആ ക്ലാസ്സിൽ 30 പേരും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നതാണ് ബെസ്റ്റ്. പക്ഷെ ചിലപ്പോൾ എന്ത് പറ്റും, അവിടെ ഒരു 3 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലൈക്ക് ഒരു 2 പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, ബാക്കിയുള്ളവർ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ ഈ 2 പേര് ഈസ് ലൈക്ക് എ ബൈലാറ്ററൽ എഗ്രിമെന്റ്. അപ്പൊ അതിലൊരാൾ വന്നില്ലെങ്കിൽ മറ്റേ ആളോട് ചോദിച്ചാൽ അറിയാം, ഒരാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇയാൾക്കറിയാം, അങ്ങനെയൊക്കെ. ഓക്കെ, അത് ഫസ്റ്റ് ബെസ്റ്റ് ആയതുകൊണ്ടല്ല, പക്ഷെ സ്റ്റിൽ ദേ അഗ്രി വിത്ത് ദാറ്റ് ബിക്കോസ് ഇത് മ്യൂച്വലി ബെനിഫിഷ്യൽ ആയ ഒരു സംഗതിയാണ്. അതുപോലെയാണ് ഈ ട്രേഡ് അഗ്രിമെന്റ്സ്. ഈ ട്രേഡ് അഗ്രിമെന്റ്സ് അഗെയിൻ ട്രേഡ് ലിബറലൈസ് ചെയ്യുന്നതിലും പാറ്റേൺ ഡിറ്റർമിൻ ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് അവർ തമ്മിൽ കൊളാബറേറ്റ് ചെയ്യാനും അവർ തമ്മിലുള്ള ട്രേഡ് ലിബറൽ ആക്കാനും ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യാനും തീരുമാനിച്ചായിരിക്കും ആസിയാൻ ഫോം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഗുഡ് ഫോർ ദോസ് കൺട്രീസ്. ഓക്കെ, ആ രീതിക്ക്. അല്ലെങ്കിൽ ഇപ്പൊ നാഫ്ത, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കയിലെ രാജ്യങ്ങൾ തമ്മിൽ ഉള്ള ഒരു അഗ്രിമെന്റ് ആണ് ഫ്രീ ട്രേഡിന്. ഇനി അത് നമ്മുടെ ട്രേഡ് പാറ്റേൺ ഫോം ചെയ്യും. ഓക്കെ, ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് അല്ലെങ്കിൽ എമർജിങ് എക്കോണമീസ്, ഇവരൊക്കെ തമ്മിലുള്ള ട്രേഡ് തീരുമാനിക്കുന്നതിന്റെ തിയറിറ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾവേസ് ദ റീസൺ ഷുഡ് ബി കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ഏത് രാജ്യത്തിനാണോ ഏറ്റവും ചീപ്പായിട്ട് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ദാറ്റ് കൺട്രി ഷുഡ് ബി പ്രൊഡ്യൂസിങ് ദാറ്റ് പ്രോഡക്റ്റ്. ആൻഡ് അതാണ് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ആർഗ്യുമെന്റ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ എൻറ്റയർ ഗ്ലോബ് എടുത്തിട്ടുണ്ടെങ്കിൽ എൻറ്റയർ ഗ്ലോബിൽ ഓയിൽ ഏറ്റവും ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇന്ന രാജ്യത്തിനാണെങ്കിൽ
ആ രാജ്യം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഓയിൽ അവർ ലോകത്ത് റെസ്റ്റ് ഓഫ് ദ വേൾഡിന് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ റെസ്റ്റ് ഓഫ് ദ വേൾഡിന് അവർക്കൊക്കെ എന്തിലാണോ അഡ്വാൻറ്റേജ് ഉള്ളത് ആ ട്രേഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, ആ പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം അവർ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. ഇതാണ് ട്രേഡിന്റെ ബേസിക് എന്താണ് ആർഗ്യുമെന്റ്. അപ്പോൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജും ആ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് അനുസരിച്ച് ഓരോ രാജ്യത്തിനും ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽസിൽ ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ അത് സ്പെഷ്യലൈസ് ചെയ്യും, ഇന്ത്യ അതിൽ തന്നെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്തും. അപ്പം നമ്മുടെ ട്രേഡ് അങ്ങനെയായിരിക്കും. നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ് എന്താണ് വേണ്ടുന്ന രാജ്യങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു, നമുക്ക് ഓയിൽ എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യത്ത് നിന്ന് ഇന്ത്യക്ക് കിട്ടുന്നു. ഇങ്ങനെ ആയിരിക്കണം ഒരു ട്രേഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ട്രേഡ് പാറ്റേൺ തീരുമാനിക്കപ്പെടേണ്ടത്. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ റൈറ്റ് നൗ ഓർ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. തിയററ്റിക്കലി അല്ലല്ലോ കാര്യങ്ങളൊന്നും നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ബാക്കി ഒരുപാട് സംഗതികൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ സ്റ്റിൽ ദിസ് വിൽ ഓൾസോ ബി ദർ എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടെങ്കിൽ ലൈക്ക് റഷ്യ ഉക്രൈൻ വാർ നടന്നപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഉക്രൈൻ്റെ കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ അടക്കം ഒരുപാട് രാജ്യങ്ങളും പൊളിറ്റിക്കലി ദേ വർ ഇൻട്രസ്റ്റഡ് ആസ് എ റീജിയൻ. അവരുടെ പൊളിറ്റിക്സ് വെച്ചിട്ട് ദേ ഒപ്പോസ് റഷ്യ ആൻഡ് ഓൾസോ their interest was also there. ഉക്രൈനിലാണ് ഏറ്റവും അധികം വീറ്റ് കൾട്ടിവേഷൻ നടക്കുന്നത്. വീറ്റ് ഈ യൂറോപ്യൻ യൂണിയൻ അടക്കം എല്ലാവർക്കും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം ഉക്രൈനാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ദേ വോണ്ട് ടു കൈൻഡ് ഓഫ് പ്രൊട്ടക്ട് ദാറ്റ്. അവരുടെ ആ ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ഒരു സപ്ലയറിനെ, കാരണം വാർ വന്ന് ഉക്രൈനെ എഫക്ട് ചെയ്ത സമയത്ത് ഗ്ലോബൽ എന്താണ് ഫുഡ് ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വീറ്റിന്റെ സപ്ലൈയിൽ ദാറ്റ് വാസ് എ ടൈം ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് ആക്ച്വലി ആ സമയത്ത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഉക്രൈൻ്റെ വീറ്റ് പ്രൊഡക്ഷൻ കുറഞ്ഞു, അപ്പോൾ ഇന്റർനാഷണലി ഡിമാൻഡ് കൂടി, അപ്പം ഇന്ത്യക്ക് എക്സ്പോർട്ട് ചെയ്യാം. ആൻഡ് ഡൊമസ്റ്റിക് നീഡ് പരിഗണിച്ച ശേഷം ബാക്കി ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ട്രേഡ് പാറ്റേൺ പൊതുവെ തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, ആർക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ അനുസരിച്ചിട്ട്. ഇനി ട്രേഡ് പാറ്റേൺ തീരുമാനിക്കപ്പെടുന്നതിൽ ആക്ടേഴ്സ് ആരൊക്കെയാന്ന് നോക്കുക. ഓക്കെ, ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഓരോ രാജ്യങ്ങളും ഇതിൽ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നവരാണ്. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ദേ ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നവർ ഡേയ്സ് ഇറ്റ് ഈസ് അബൌട്ട് ഓൾ ദ മൾട്ടിനാഷണൽ കമ്പനീസ്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ നാട്ടിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതിൽ മിക്കവാറും എല്ലാം ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടേതായിരിക്കും. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ പ്രത്യേകത എന്താണ്? ദേ ഡോണ്ട് ബിലോങ് ടു എനി കൺട്രി നൗ. അവർക്ക് ഒരു രാജ്യത്തോടും പ്രത്യേകിച്ച് ഇന്ന രാജ്യത്തെ പ്രൊഡക്ഷൻ നടത്തൂ എന്നൊരു ലോയൽറ്റിയോ അല്ലെങ്കിൽ ദിസ് ഇസ് മൈ ഹോം കൺട്രി അങ്ങനെയൊന്നുമില്ല. ഓക്കെ, സോ മൾട്ടിനാഷണൽ കമ്പനീസിനെ നമ്മൾ സ്റ്റേറ്റിനെ പോലെ തന്നെ ഈക്വലായ ഒരു ആക്ടറായിട്ട് പരിഗണിക്കണം. ബിക്കോസ് അവരുടെ ഡിസിഷൻസും അവരുടെ അതിന് കൺട്രോളും ചെയ്യേണ്ടി വരും. ഓക്കെ, MNCസിന്റെ പ്രത്യേകത, ആസ് ദേ ആർ പ്രോഫിറ്റ് സീക്കേഴ്സ് ദേ വിൽ ഓൾവേസ് ട്രൈ ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. അത് എൻവയോൺമെന്റിന്റെ കോസ്റ്റിലായാലും ശരി, വർക്കേഴ്സിന്റെ കോസ്റ്റിലായാലും ശരി, രാജ്യങ്ങളുടെ സേഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടായാലും ശരി. ഓക്കെ, സോ MNCs എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഉണ്ട് ഹു ഓൾവേസ് ട്രൈ ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആക്ച്വലി ദേ കോൺട്രിബ്യൂട്ട് ഓൾസോ. അവർ പുതിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തും, അവർ പുതിയ ടെക്നോളജീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർ അവരുടേതായ രീതിയിൽ സയന്റിഫിക് എക്സ്പ്ലോറേഷൻസ് നടത്തുന്നുണ്ട്, അവർ പുതിയ ടെക്നോളജിയും പുതിയ ഫെസിലിറ്റീസും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ MNCസിന്റെ എംപ്ലോയ്മെന്റ് ജനറേഷൻ പറയണ്ടല്ലോ, എംപ്ലോയ്മെന്റ്, ഇൻകം, ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ ഒരുപാട് സംഗതികൾ MNCs കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം സ്റ്റേറ്റിനെ പോലെ പവർഫുൾ ആയ ഒരു ആക്ടറാണ് MNCs. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ട്രിക്കി ക്വസ്റ്റ്യൻ നവർ ഡേയ്സ്. പല സ്ഥലങ്ങളിലും ഇപ്പൊ US ചൈനയോ പോലൊരു സ്ഥലത്ത് സ്റ്റേറ്റ് ആണോ ഒരു MNC ആണോ വലുത് എന്നുള്ളത് ഒരു പവറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പം സ്റ്റേറ്റ് ഇപ്പൊ ചൈനയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു MNC കൂടുതൽ അധികാരം അല്ലെങ്കിൽ കൂടുതൽ അവരുടെ സ്ട്രാറ്റജിക്കലി പ്ലേ ചെയ്യാൻ നോക്കിയാൽ മേ ബി ദ സ്റ്റേറ്റ് വിൽ ടേക്ക് സ്ട്രിഞ്ചന്റ് ആക്ഷൻ. പക്ഷെ ചിലപ്പോൾ US സംഭവിക്കുന്നതെങ്കിൽ MNC ചിലപ്പോൾ സ്റ്റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് വരാം പോളിസീസിൽ. ഇനി ഇതൊന്നും അല്ലാത്തൊരു ചെറിയ രാജ്യമാണെന്ന് വിചാരിക്കുക, വളരെ ദുർബലമായ ഒരു രാജ്യത്താണ് ഒരു MNC പോയി അവരുടെ ഒരു പോളിസി ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ മേ ബി ദ MNC വിൽ വിൻ
പല രാജ്യങ്ങളുടെയും ടോട്ടൽ GDP-യെക്കാളും എത്രയോ വർത്ത് കൂടുതലുള്ളവരാണ് നമ്മുടെ പല MNCs. അപ്പോൾ ദേ ആർ ഈക്വലി പവർഫുൾ ആക്ടേഴ്സ്. ദെൻ കംസ് ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഇപ്പോൾ WTO പോലെയോ അല്ലെങ്കിൽ WTO ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് അഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അത് സ്റ്റേറ്റും അല്ല, അത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പോലെയാണ്. ദേ ആർ ഓൾസോ ഈക്വൽ പാർട്ട്നേഴ്സ്. ഓക്കെ. പിന്നെ ട്രേഡ് പോളിസി എഫക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഈ പറയുന്ന എല്ലാവരും, നമുക്കറിയാലോ ഇപ്പൊ ചില രാജ്യങ്ങളിൽ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷനിൽ പോലും ലൈക്ക് ദേ മേ ഹാവ് ദെയർ ഓൺ ഇൻട്രസ്റ്റ്. ഇന്ന പോളിസി പെർസ്യൂ ചെയ്യുന്ന ആൾക്കാർ ഈ ഇലക്ഷൻ ജയിക്കണം എന്ന് വേണമെങ്കിൽ, അതാണ് നമ്മൾ ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ദാറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ട്രേഡ് പോളിസി ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവാം. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിനെ നമ്മളിപ്പോൾ MNC എന്നോ പൊളിറ്റിക്കൽ പാർട്ടി എന്നോ ഒന്നും കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ, ഇപ്പം US ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പൊതുവെ നമ്മൾ പറയുമല്ലോ ട്രംപ് ജയിക്കാൻ USSRും സപ്പോർട്ട് ചെയ്യും എന്ന്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഏതൊരു രാജ്യത്തും പ്രോമിനന്റ് ആയ ഒരു രാജ്യത്ത് ആര് പവറിൽ വരുന്നു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യും. ആ രാജ്യത്തെ ഒരു പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് എടുക്കാൻ പോകുന്ന കുറെ ട്രേഡ് പോളിസീസ് ഉണ്ടാവും. ആ ട്രേഡ് പോളിസി ആർക്ക് ഫേവറബിൾ ആയിരിക്കുമെന്ന് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്യാൻ ബി ദാറ്റ് കൈൻഡ് ഓഫ് അഗ്രിമെന്റ്സ്. ഇന്ന ഗവൺമെന്റ് വരണം, അവർ വന്നാൽ നമുക്ക് ഇന്ന ഫേവറബിൾ ട്രേഡ് പോളിസി വരും. അതുകൊണ്ട് ആ ഗവൺമെന്റ് വരാൻ വേണ്ടി അതിന് നമ്മൾ പൊതുവെ ഒരു നെക്സസ് എന്നൊക്കെ പറയും. ഇറ്റ്സ് നോട്ട് ഹിയർ ഇൻ യുവർ, നിങ്ങൾക്ക് ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കോണമി പഠിക്കാനില്ല, പക്ഷേ ജസ്റ്റ് ഗെറ്റ് എ ക്ലാരിറ്റി ആണ് ഞാൻ പറഞ്ഞിരുന്നത്. അത്തരം നെക്സസ് വിൽ ഓൾസോ വർക്ക്. അത് എസ്പെഷ്യലി ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കോണമി സിനാരിയോയിൽ ദാറ്റ് കുഡ് ഹാപ്പൻ. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും അത്രയും പവർഫുൾ അല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് കോൺട്രോവേഴ്സ്യൽ കോണ്ടെക്സ്റ്റ് ഉള്ള രാജ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എലക്ഷൻ നടക്കണോ വേണ്ടേ, അല്ലെങ്കിൽ എലക്ഷനിൽ ആര് ജയിക്കണം, ഇതൊന്നും അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഡെമോക്രാറ്റിക് ആയിട്ട് പോകുന്ന ഒരു രാജ്യമായിരിക്കും. പക്ഷെ അവിടെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മിലിറ്ററി കൂ വരാം എന്ന് പറഞ്ഞാൽ, അവിടെ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയെ കളഞ്ഞിട്ട് ഒരു ദിവസം മിലിറ്ററി എങ്ങനെ അധികാരം പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത്തരം സംഗതികൾ പോലും പലപ്പോഴും നടക്കുന്നത് വിത്തിൻ കൺട്രി ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് മാത്രമല്ല. ഇറ്റ് ക്യാൻ ഓൾസോ ഹാപ്പൻ ഡ്യൂ ടു ദിസ് ഇന്റർനാഷണൽ കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. ഇനി അത്തരം ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിന് പല ഉദ്ദേശങ്ങളും ഉണ്ടാവാം. ലൈക്ക് ആ രാജ്യത്തിന്റെ ജോഗ്രഫിക്കൽ പൊസിഷൻ, ആ രാജ്യത്തിലെ പവർ നമ്മുടെ കയ്യിൽ കിട്ടി. അഫ്ഗാൻ ഇസ് എ ഗുഡ് എക്സാമ്പിൾ. അഫ്ഗാൻ ആദ്യം USSRലായിരുന്നു, പിന്നെ USA അവരുടെ പപ്പറ്റ് ഗവൺമെന്റ്സിനെ വെച്ചിട്ടുണ്ട്. അപ്പം അതിനൊരു മെയിൻ റീസൺ അഫ്ഗാന്റെ ആ ജോഗ്രഫിയും ആ ലൊക്കേഷനും ഒക്കെയാണ്. ഓക്കെ, ഇത്ര ആകെ ഓർത്തിരിക്കേണ്ടതേ ഉള്ളൂ. ട്രേഡ് പാറ്റേൺ ഡിറ്റർമൈൻ ചെയ്യുന്നതിലും പല ആക്ടേഴ്സ് ഉണ്ട്. സ്റ്റേറ്റും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഉണ്ട്. ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി മറ്റൊരു സംഗതി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ഏത് രാജ്യത്തിനാണ് ഏത് പ്രൊഡക്ഷനിലാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത്, ആ രാജ്യം മിക്കവാറും ആ പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ ഒരു വേർട്ടിക്കൽ വാല്യൂ ചെയിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ ടോപ്പിൽ നിൽക്കുന്നു എന്ന് പറയുന്ന രാജ്യം ചിലപ്പോൾ ഒരു മൊബൈൽ ഫോണിന്റെ ബാക്കി മുഴുവൻ സംഗതിയും ശരിയായ ശേഷം അതിൽ ഏറ്റവും മോഡേൺ ആയ ഒരു ടെക്നോളജി മാത്രമായിരിക്കും അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മാത്രം ഈസ് സച്ച് എ സില്ലി വേർഡ്. ടെക്നോളജി ഇൻസ്റ്റലേഷൻ വരുന്നത് ആ ഒരു രാജ്യത്തു നിന്നായിരിക്കും. ഓക്കെ, സോ അത്രയും അഡ്വാൻസ്ഡ് ഡിജിറ്റൽ ടെക്നോളജിയും അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള സംഗതിയും അവരുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ പലപ്പോഴും നമ്മൾ ഡിസ്കഷൻസ് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ട്രേഡിൽ പറയുന്നത് വാല്യൂ ചെയിനിന്റെ മുകളിൽ കയറണം. വാല്യൂ ചെയിനെ നിങ്ങൾ ഒരു ലാഡർ ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ വാല്യൂ ചെയിൻ്റെ ഏറ്റവും താഴത്തെ സ്റ്റെപ്പുകളിൽ നിൽക്കുന്നവർ വളരെ ഇത്തരം ബേസിക് ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുക. പക്ഷെ അതിൻ്റെ മുകളിലോട്ട് കയറുന്നതനുസരിച്ച് നിങ്ങളുടെ വാല്യൂ അഡിഷൻ അതിന് കുറച്ചും കൂടെ നിങ്ങൾക്ക് റിട്ടേൺസ് കൂടും. അതാ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഒരു ടെക്നോളജി ഇൻസ്റ്റലേഷൻ ആയിരിക്കും, നിങ്ങൾ പുതിയ ഒരു AI-യുടെ ഏറ്റവും പുതിയൊരു സംഗതി. എക്സാമ്പിള് ChatGPT US വരുന്ന സമയത്ത് ചൈന കൗണ്ടറായിട്ട് ഡീപ്സീക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ലൈക്ക് നമ്മൾ ഈ ഡിജിറ്റൽ എക്കോണമി, ഗ്ലോബൽ ഡിജിറ്റൽ മാർക്കറ്റ് പരിഗണിക്കുകയാണെങ്കിൽ അവിടെ ഒരു പവർഫുൾ കൺട്രി ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നടത്തുമ്പോൾ അവരുടെ കയ്യിലോട്ട് എൻറ്റയർ മാർക്കറ്റ് പോവാതിരിക്കാൻ അപ്പം തന്നെ അതിന്റെ കൗണ്ടർ മൂവ്മെന്റുമായിട്ട് അവരായിട്ട് കമ്പീറ്റ് ചെയ്യുന്ന രാജ്യം വരും.
ഓക്കെ, അപ്പം ഈ രീതിയിൽ ആരുടെ കയ്യിലാണോ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളത്, ബാക്കി ലോജിസ്റ്റിക്സും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ ഉള്ളത്, അവർക്ക് only they can do that. എന്തുകൊണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഖാന എന്നൊരു രാജ്യത്തിന് പുതിയ ഒരു AI ഓൾട്ടർനേറ്റീവ് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ ഈ പറഞ്ഞ ഒരു സംഗതിയും ഉണ്ടാവില്ല. ഇഫ് ദേ ഹാഡ് ദാറ്റ് ദേ കുഡ് ഹാവ് ബീൻ ദയർ. ഓക്കെ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിലേഷൻസ് മാറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ ഇപ്പം ചില ട്രേഡ് ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് രണ്ട് രാജ്യത്തിനും. പക്ഷെ ഇഫ് അവർ ഡിപ്ലോമാറ്റിക് റിലേഷൻ ഇസ് നോട്ട് ഗുഡ്, അത് നമുക്ക് നടക്കില്ല. അതേ സാധനം കോട്ടൺ ആണെന്ന് വിചാരിക്കുക, പാകിസ്ഥാനിൽ നിന്ന് കോട്ടൺ കൊണ്ടുവരുന്നതായിരിക്കും ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് നല്ലത്. ഡിസ്റ്റൻസ് കുറവാണ്, റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ചീപ്പ് റേറ്റിൽ അപ്പം കിട്ടാൻ പറ്റും, നല്ല ക്വാളിറ്റിയാണ്, ഇങ്ങനെ പല ഗുഡ് റീസൺസ് ഉണ്ട്. പക്ഷെ വാട്ട് ഇഫ് ദ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ആർ നോട്ട് ഗുഡ്? നിങ്ങൾക്ക് ഇന്ത്യ പാകിസ്ഥാൻ ട്രെയിൻ മാർഗമേ ഇല്ല, ദർ ഇസ് നോ ട്രാൻസ്പോർട്ടേഷൻ ബിറ്റ്വീൻ ടു കൺട്രീസ്. നമ്മൾ ഡിപ്ലോമാറ്റിക്കലി രണ്ടുപേരും ലൈക്ക് ഒരു മോശം സിറ്റുവേഷനിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രേഡ് അവിടെ നടക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഡിപ്ലോമസി, സാങ്ഷൻസ്, ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് ഇതെല്ലാം ട്രേഡിനെ എഫക്ട് ചെയ്യും, ട്രേഡ് സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യും. ഓക്കെ, അതിന് എക്സാമ്പിൾ അഗെയിൻ US-ന്റെയും ചൈനയുടെയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം അത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനത് വീണ്ടും പറയുന്നില്ല. US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്കറിയാം. പൊളിറ്റിക്സ് വരുന്നുണ്ട്, അവരുടെ റിലേഷൻസിൽ ഇഷ്യൂസ് വരുന്നുണ്ട്, ആ ട്രേഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന. എന്നാൽ പോലും പല സാധനങ്ങളും ചൈനയെ പ്രൊഡ്യൂസ് ചെയ്ത് US-ലും എത്തുന്നുണ്ട്, US പ്രൊഡ്യൂസ് ചെയ്ത് ചൈനയിലും എത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ പറഞ്ഞ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ അവർക്ക് പരസ്പരം കൗണ്ടർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഒരു പ്രൊഡ്യൂസർ അയാളുടെ പ്രോഫിറ്റ് നോക്കുമല്ലോ. അപ്പം ഈ ഇന്ന സാധനം നിങ്ങൾ ചൈനയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ 40 ഇരട്ടി കോസ്റ്റ് വരും US ചെയ്യാനെന്ന് വന്നാൽ, ബാക്കി എന്ത് ഫാക്ടറി വന്നാലും അൾട്ടിമേറ്റ്ലി ദാറ്റ് പ്രൊവൈഡർ വിൽ ട്രൈ ടു പ്രൊഡ്യൂസ് ഇറ്റ് ഇൻ ചൈന. ഓക്കെ, സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ട്രേഡ് സ്ട്രക്ചർ. അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കണോമിക് ഇന്റർഡിപെൻഡൻസ് വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഗ്രീക്കിൽ അല്ലെങ്കിൽ US ഒരു ഷോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, പ്രധാനമായിട്ടും പ്രോമിനന്റ് കൺട്രീസിലാണ്, എന്ന് പറഞ്ഞാൽ ഈ US പോലെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളും അതിൽ വൾണറബിൾ ആവും. അത്രത്തോളം ഇന്റർഡിപെൻഡന്റ് ആണ്. വീണ്ടും ഈ വാല്യൂ ആഡഡ് ട്രേഡ് ആക്ടിവിറ്റീസിലെ വ്യത്യാസം കാരണം ഇനിക്വാലിറ്റി പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില രാജ്യങ്ങൾക്ക് ട്രേഡിൽ നിന്ന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും, ചില രാജ്യങ്ങൾ ഇപ്പോഴും ആ ട്രേഡിന്റെ ബെനിഫിറ്റ് അത്രയും കിട്ടുന്നില്ല. പിന്നെ ഉള്ളത് ഈ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ MNCs ചീപ്പ് ലേബർ ആയിരിക്കും നോക്കി പോവുക. സോ ദേ ഓൾവേസ് ലുക്ക് ഫോർ ചീപ്പ് ലേബർ. അവിടെ ലേബർ സ്റ്റാൻഡേർഡ് കോംപ്രമൈസ് ചെയ്യും, എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യും, അത്തരം ഇഷ്യൂസ് ഉണ്ട്. ഇന്റർനാഷണൽ ഫൈനാൻസ് ആൻഡ് മോണിറ്ററി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോകത്തെല്ലാ രാജ്യങ്ങളും പരസ്പരം ഫൈനാൻഷ്യൽ മാർക്കറ്റ് വഴി കണക്റ്റഡ് ആണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യക്കാർ മാത്രമല്ല, ഇന്റർനാഷണൽ ലോകത്തുള്ള ഏത് രാജ്യത്തും എവിടെ ഇരുന്നും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് നമ്മൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. അതല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, നിങ്ങൾക്ക് ഒരു ഫാക്ടറി തന്നെ സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്ക് FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രൊവിഷൻസ് ഉപയോഗിച്ച് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. ഇന്ത്യക്കാർ ഇതുപോലെ ഇപ്പം അദാനിക്ക് ബ്രസീലിൽ ഒരു കോൾ മൈനിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അവർക്ക് ഒന്നുകിൽ അതിന്റെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് അവിടെ പോയി ഒരു ഫാക്ടറി തന്നെ സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ലോകം മുഴുവനും മൂവ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു പോയി, ട്രംപ് വന്നു, ഷെയർ മാർക്കറ്റ് ഗ്ലോബലി കൂത്തുന്നു, അത് കഴിഞ്ഞ് വേറൊരു സംഗതി വരുന്നു, ഷെയർ മാർക്കറ്റ് തിരിച്ചു കയറുന്നു എന്നൊക്കെ പറയുമല്ലോ. ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഡൊമസ്റ്റിക് മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഇതല്ല ഇന്റർനാഷണലി എങ്ങനെ എഫക്ട് ചെയ്യുന്നു. ഇനി ഈ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ആവുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്, അതിന് റെഗുലേഷൻസ് ഉണ്ട്, എക്സ്ചേഞ്ച് റേറ്റ് അതിനെ എഫക്ട് ചെയ്യും, ഇത് മോണിറ്റർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതൊക്കെയാണ് ഇതിൽ നമ്മൾ പറയാം ഫൈനാൻസ് ആൻഡ് മോണിറ്ററി സ്ട്രക്ചറിൽ. ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇത് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു വലിയ ഏരിയയാണ് ഇന്റർനാഷണൽ ഫൈനാൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിനും അവരവരുടെ കറൻസി ഉണ്ട്, അവർ ആ കറൻസി ബാക്കി രാജ്യങ്ങളുടെ കറൻസിയുമായിട്ട് എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അതിന് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയും. ഈ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നതിന് ഹിസ്റ്റോറിക്കലി പല രീതികളുണ്ടായിട്ടുണ്ട്. ഓക്കെ, 1914 വരെ ഉണ്ടായിരുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്.
ഒരു രാജ്യത്തിന്റെ കറൻസി ഇത്ര ഗോൾഡിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ റുപ്പി ഇസ് ഈക്വൽ ടു 0.03 ഗ്രാം ഓഫ് ഗോൾഡ് അങ്ങനെയായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഗോൾഡ് സ്റ്റാൻഡേർഡ് വെച്ച് നിങ്ങളിപ്പം 100 ഇന്ത്യൻ രൂപയുണ്ട് ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് കൊണ്ട് കൊടുത്താൽ അവർ അത്രയും ഗോൾഡ് നിങ്ങൾക്ക് തിരിച്ചു തരുമെന്നുള്ള അഷുറൻസ്. അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. അത് കഴിഞ്ഞ് വേൾഡ് വാർ പീരീഡ് കഴിഞ്ഞ് 44 തൊട്ട് 71 വരെ നമുക്കുണ്ടായിരുന്നത് ബ്രെട്ടൺ വുഡ് സിസ്റ്റം ആണ്. ബ്രെട്ടൺ വുഡ് മീറ്റിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് റേറ്റിൽ തീരുമാനിച്ചിരുന്ന ഒന്നാണ് എല്ലാവർക്കും ഗോൾഡ് അത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ട്രേഡ് കൂടുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗോൾഡ് മെയിൻറ്റെയിൻ ചെയ്യും, എന്നിട്ട് US ഡോളർ ഗോൾഡുമായിട്ട് പെഗ്ഡ് ആയിരിക്കും. US ഫെഡറൽ റിസർവിൽ നിങ്ങൾ ഡോളർ കൊണ്ടുകൊടുത്താൽ അവർ നിങ്ങൾക്ക് ഗോൾഡ് തരും. ഓക്കെ, ഇനി ലോകത്തുള്ള ബാക്കി രാജ്യങ്ങളുടെ മുഴുവൻ കറൻസി ഡോളറുമായിട്ട് പെഗ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ ഇത്ര US ഡോളർ എന്ന് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കും. ഇനി അത് സെൻട്രൽ ബാങ്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഇത്ര US ഡോളർ ആണ് കിട്ടുന്നതെങ്കിൽ അത്രയും US ഡോളർ കൊണ്ട് നിങ്ങൾ അമേരിക്കൻ സെൻട്രൽ ബാങ്കിൽ കൊടുക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ഗോൾഡ് തരും. അപ്പൊ ഈ ഗോൾഡിന്റെ എന്താണ് കസ്റ്റോഡിയൻസ് US ആയിരിക്കും. ആ സമയത്ത് അത് വന്നതിന് പല റീസൺസ് ഉണ്ട്. കമ്മ്യൂണിസം എങ്ങനെ സ്പ്രെഡ് ആവാതെ US ആ ഒരു ഹെജുമണി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഡോളറിലാണല്ലോ. ഇന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം US അവരുടെ ട്രേഡ് ഷെയർ ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്, മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ലെവലും ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്റർനാഷണൽ ഫൈനാൻസിൽ ഇന്നും US അപ്പർ ഹാൻഡ് നിൽക്കാൻ കാരണം ഈ ഡോളറിന്റെ സുപ്രീമസി. ആരും ലോകത്ത് എവിടെ പോകാനും ട്രാൻസാക്ഷൻ ഡോളർ സീക്ക് ചെയ്യും. ഓക്കെ, അപ്പം ദാറ്റ് ഓൾവേസ് ഗേവ് ദം കൈൻഡ് ഓഫ് അഡ്വാൻറ്റേജ്, ഒരു അപ്പർ ഹാൻഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ 71 ഈ ബ്രെട്ടൺ വുഡ് സിസ്റ്റം കൊളാപ്സ് ആയി. അതിന് പല റീസൺസ് ഉണ്ടായിരുന്നു. ഇത്രയും മനസ്സിലാക്കുക, ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ US ടു കണ്ടിന്യൂ വിത്ത് ദാറ്റ്. എന്ന് പറഞ്ഞാൽ ആര് വന്ന് ചോദിച്ചാലും നിങ്ങൾ ഗോൾഡ് കൊടുക്കും എന്നുള്ള നിങ്ങളുടെ ഒരു അഷുറൻസ് ഉണ്ടല്ലോ, ആ അഷുറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ഓഫ് ദ വേൾഡുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സർപ്ലസ് വേണം. എന്ന് പറഞ്ഞാൽ ആര് വന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഗോൾഡ് കൊടുക്കാൻ പറ്റണമല്ലോ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വെൽത്ത് വേണം. പക്ഷെ ആ സമയത്ത് US സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ US നിന്ന് ഫണ്ട് പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു, ട്രേഡിലും അല്ലാതെ. അപ്പോൾ അവർ മിക്കവാറും ഡെഫിസിറ്റിലാണ്. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, ഈ ഒരു അഷുറൻസും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വൻ പ്രഷറാണ്. അങ്ങനെ ബ്രെട്ടൺ വുഡ്സ് ഫൈനലി കൊളാപ്സ് ചെയ്തു 71. പോസ്റ്റ് ബ്രെട്ടൺ വുഡ്സിൽ മിക്കവാറും രാജ്യങ്ങളിലും ഉള്ളത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ എക്സ്ചേഞ്ച് റേറ്റ് നോക്കിയാൽ അറിയാം, എല്ലാ ദിവസവും പറയുമല്ലോ ഇന്ത്യയുടെ എക്സ്ചേഞ്ച് റേറ്റ് കൂടി കുറഞ്ഞു എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അതാത് ദിവസം എത്ര ഡിമാൻഡ് ഉണ്ടോ, ഇന്ത്യൻ റുപ്പിക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടിയാൽ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കൂടും. ഇന്ത്യൻ റുപ്പിക്ക് പകരം ഇപ്പൊ ഇന്ത്യയിലെ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ എല്ലാ ആൾക്കാരും ഡോളർ പ്രിഫർ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് പറ്റും, ഡോളറിന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ഇന്ത്യൻ റുപ്പി കൂടും. അത് തിയറട്ടിക്കലി ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പറയും ഇത്ര ഇന്ത്യൻ രൂപയ്ക്ക് ഇത്ര ഡോളർ എന്ന് പറഞ്ഞാൽ 1 ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1, അല്ലെങ്കിൽ 100 ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞാൽ $1 എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചാൽ അതാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. വൺ മോർ ഇൻഫർമേഷൻ ഈസ്, ഇന്ത്യയിലെ അടക്കം ഒക്കെ ഉള്ളത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് ആവും. എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് അങ്ങനെ വിടത്തില്ല. സെൻട്രൽ ബാങ്ക് എപ്പോഴും അതിന്റെ പുറത്തൊരു ചെക്ക് വെക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടുതൽ ഡോളറിന്റെ ഡിമാൻഡ് ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ വന്നാൽ ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഇന്ത്യൻ റുപ്പി കൂപ്പുകുത്തും, ഡോളറിന്റെ വാല്യൂ കൂടും. ആ സമയത്ത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് ഡോളർ ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ റിലീസ് ചെയ്യും. അപ്പൊ ഡോളറിന്റെ സപ്ലൈ കൂടും. ഈ പറഞ്ഞതിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോട് പിന്നെ ചോദിച്ചാൽ മതി. പക്ഷെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്റർനാഷണൽ ഫൈനാൻസ് ആൻഡ് മോണിറ്ററി സ്ട്രക്ചറിൽ നമുക്കിങ്ങനെ പല സംഗതികളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മോണിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ ഗവേൺ ചെയ്യുന്ന, ക്രോസ് ബോർഡർ റിലേഷൻസിനെ ഗവേൺ ചെയ്യുന്ന കുറച്ച് ഫ്രെയിം വർക്ക് ഉണ്ട്. അതിലാണ് ഇതൊക്കെ വരുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ്, അത് ഫിക്സഡ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഉണ്ട്, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് ഉണ്ട്. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്യും, ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച്, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് വരെ, അതായത് ഇത്രയ്ക്കും ഇടയിൽ മാർക്കറ്റ് തീരുമാനിക്കും. പക്ഷേ ഒരുപാട് ഫ്ലക്ച്വേഷൻ വരുമ്പോൾ സെൻട്രൽ ബാങ്ക് അത് കൺട്രോൾ ചെയ്യും. ഓക്കെ,
വെറും ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാലേ, നിങ്ങളിപ്പം അണക്കെട്ടിലെ വെള്ളത്തിൽ ഒരു ബോൾ ഇട്ടു എന്ന് വിചാരിക്കുക. വെള്ളം പൊങ്ങിയാൽ ബോൾ പൊങ്ങും, വെള്ളം താണാൽ ബോൾ താഴും. ആരും ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല. അതുപോലെ ഒരു രാജ്യത്തിന്റെ എക്സ്ചേഞ്ച് റേറ്റ്, ആ കറൻസിയുടെ വാല്യൂ ഒരുപാട് ചിലപ്പോൾ കൂടും, കുത്തനെ ചിലപ്പോൾ താഴെ പോകും. മാനേജർ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ടൈ ചെയ്തിട്ടു എന്ന് വിചാരിക്കുക. ഒരു പരിധിക്ക് മുകളിലോട്ട് ആ ബോൾ പൊങ്ങുകയില്ല, ഒരു പരിധിക്ക് താഴോട്ട് താഴുകയുമില്ല. ആ ഇടപെടലാണ് സെൻട്രൽ ബാങ്കിന്റെ ഇടപെടൽ. നമ്മൾ ഈ പറഞ്ഞത് എക്സ്ചേഞ്ച് റേറ്റ് ആണ്, ഓക്കെ, കറൻസീസിന്റെ. ഇനി ക്യാപിറ്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഒന്നാണ് ക്യാപിറ്റൽ. ലാൻഡ്, ലേബർ ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ്. ക്യാപിറ്റൽ ഫിസിക്കൽ ക്യാപിറ്റലും വരാം, ഫൈനാൻഷ്യൽ ക്യാപിറ്റലും വരാം. ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ബിൽഡിംഗ് കെട്ടി, ഫാക്ടറി കെട്ടി, അതെന്റെ ഫിസിക്കൽ ക്യാപിറ്റൽ. ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്റെ ഫണ്ട്, എന്റെ പൈസ. എന്റെ പൈസ ഞാൻ ബാങ്കിൽ SBI അക്കൗണ്ടിൽ ഇടണോ, അതല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇടണോ, ഇതൊന്നുമല്ല. ഷെയർ മാർക്കറ്റിൽ വിപ്രോയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇസ് മൈ ഡിസിഷൻ. വിപ്രോയിലെ ഷെയറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ, ലോങ് ടേം ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നെന്ന് പറയാം. ഇനി ഇന്ത്യയിൽ വിപ്രോയുടെ ഷെയറിലാണ് ഞാൻ എൻ്റെ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ തന്നെ എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതേസമയം ഞാനിത് ആപ്പിളിന്റെ ചിക്കാഗോയിലെ ഒരു ഷെയർ മാർക്കറ്റിൽ ആപ്പിൾ കമ്പനിയിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അത്? ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് US ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി, ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഇനി ഇതൊന്നുമല്ല, എൻ്റെ കയ്യിൽ നല്ല ഞാൻ ലൈക്ക് അദാനി പോർട്ട് പോലെ, അദാനിക്ക് പുതിയൊരു കൽക്കരി ഖനി സ്റ്റാർട്ട് ചെയ്യണം. അവർ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത്, ബ്രസീലിൽ അവർക്കത് സാധിക്കും എന്ന് കണ്ട് അവരവിടെ പോയി ഒരു കൽക്കരി ലൈക്ക് ഒരു മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്താൽ അതെന്താണ്? അത് ബ്രസീലിലേക്കുള്ള ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. തിരിച്ചിനി ഇന്ത്യ നോക്കുക. ഒരു എന്താണ് ജപ്പാനിൽ നിന്നുള്ള ഒരാൾ ഇന്ത്യയുടെ ഒരു കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പകരം അയാൾ ഇന്ത്യയിൽ വന്നിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ അയാൾ ഫിസിക്കലി പ്ലാച്ചിമടയിൽ കൊക്കോള ഫാക്ടറി ഇറ്റ്സ് ലൈക്ക്, അല്ലെങ്കിൽ ഇപ്പം ഒരു കാർ ഫാക്ടറി ഫോർഡിന്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറി, ഓക്കെ, ഒരു വന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് പുറത്തുനിന്നുള്ള ഒരു കമ്പനിയുടേതാണെങ്കിൽ ഇന്ത്യയിൽ വന്ന് ഫിസിക്കലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ക്യാപിറ്റൽ ഇന്റർനാഷണലി ഫ്ലോ ചെയ്യുന്നത്. പിന്നെ ഈ ഡോളറിന്റെ ഏത് ഡോളറാണ് ഇന്റർനാഷണൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അത് മൊത്തത്തിൽ ഇന്റർനാഷണൽ ഫൈനാൻസിൽ ഒരു സിഗ്നിഫിക്കന്റ് സംഗതിയാണ്. പൊതുവെ US ഡോളറിനാണ് ഇപ്പോഴും ആ സുപ്രീമസി ഉള്ളത്. പക്ഷെ യൂറോ, യെൻ ഇതൊക്കെ അതായത് യൂറോ വലിയ രീതിയിൽ അക്സെപ്റ്റൻസ് നേടി വരികയാണ്. കാരണം യൂറോപ്യൻ യൂണിയനിൽ മുഴുവൻ ഉപയോഗിക്കാം. അങ്ങനെ യൂറോ സ്ട്രോങ് ആയി വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ സ്റ്റിൽ യൂറോയ്ക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. യെൻ ഈസ് അനദർ വെരി ഗുഡ് കോമ്പറ്റീഷൻ. ഇതിനൊക്കെ ഇടയിൽ നമ്മൾ ഓർക്കേണ്ടത്, ഇത്തരം നേഷൻ സ്റ്റേറ്റ്സിന്റെ കറൻസീസിനെയൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ക്രിപ്റ്റോ കറൻസീസ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കറൻസി. ആൾക്കാർ ഡിജിറ്റൽ കറൻസി അല്ല, കേട്ടിട്ടുണ്ടാവുമല്ലോ, ബിറ്റ് കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ബിറ്റ് കോയിൻസ്, ഗോൾഡ്, ഇങ്ങനെ വേറെ ഓൾട്ടർനേറ്റീവ് സംഗതികളിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുകയും അത് പ്രധാന എന്താണ് ഒരു ട്രാൻസാക്ഷൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പാരലൽ മെക്കാനിസം ഉണ്ട്. പക്ഷെ ഇപ്പോഴും ട്രേഡിലും ഇന്റർനാഷണൽ ഫൈനാൻസിലും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ലീഗൽ കറൻസീസ് ആണ്. അതിലും പ്രധാനമായിട്ട് ഡോളറാണ് നിൽക്കുന്നത്. ഇനി ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിൽ ഉണ്ടായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് പറയുമ്പോഴാണ് 97-ലെ ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ്, പിന്നെ 2008-ല് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്ത ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഇതൊക്കെ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ടർബുലൻസും വൻ ഷോക്കുകളുമാണ്. അത് ഇന്റർനാഷണലി എഫക്ട് ചെയ്തിട്ടുമുണ്ട്. ഈ ഇന്റർനാഷണലി ക്യാപിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തായ്വാനിൽ ഇന്ന ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വലിയ രീതിയിൽ റിട്ടേൺസ് കിട്ടുന്നു അറിയുന്നു, നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ഇന്റർനാഷണൽ ഫൈനാൻസ് ട്രാൻസാക്ഷൻ ആണ്. പക്ഷേ ഡ്യൂ ടു സം റീസൺ തായ്വാനിലെ ബാങ്ക്സും റെഗുലേഷനും ഒക്കെ കൊളാപ്സ് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഫണ്ട് വിഡ്രോ ചെയ്യും. അത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഫാൾസ് ഇൻഫർമേഷന് പുറത്തായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ആ ഫാൾസ് ഇൻഫർമേഷൻ ഒരുപാട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ എഫക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവിടെ അതുവരെ വന്ന എല്ലാ ഫണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ എന്താ പ്രശ്നം പറ്റുക? അവരുടെ ഫൈനാൻഷ്യൽ സെക്ടർ അൺസ്റ്റേബിൾ ആവും. എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടായിരുന്ന ഫോറിൻ ഫണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട്, നമ്മളതിനെ ഹോട്ട് മണി എന്ന് പറയും,
ക്യാപിറ്റൽ ഫ്ലീ എന്നൊക്കെ, നിന്ന് നിപ്പിൽ ഫണ്ട് തിരിച്ച് വിഡ്രോ ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ, അത് അവരെ എക്കോണമി എഫക്ട് ചെയ്യും, അവരുടെ ഡൊമസ്റ്റിക് എന്താണ് ഫൈനാൻസിനെ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യും, മണി ആൻഡ് ഫൈനാൻസ് സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ അത് ഇന്റർനാഷണലിയും അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. അതിന്റെ നല്ലൊരു എക്സാമ്പിൾ ആണ് 2008 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബാങ്ക് ഫെയിലിയറും ഒരു മോണിറ്ററി സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷും ഒക്കെയാണ്. അത് പക്ഷേ ഇമ്മീഡിയറ്റ്ലി ലോകം മുഴുവൻ വ്യാപിച്ചു. ലോകത്ത് മുഴുവൻ, നമ്മളതിനെ കോൺടാജിയൻ ഇഫക്റ്റ് എന്ന് പറയും. മുങ്ങ നിപ്പില് കുളത്തിലൊരു കല്ലെറിഞ്ഞാലേ അതിന്റെ റിപ്പിൾസ് കുളം മുഴുവൻ പോകുമല്ലോ, അതുപോലെ US ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടായ ഒരു കൊളാപ്സ് ആൻഡ് ഒരു ഇഷ്യൂ ആണ്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ലോകത്ത് മിക്കവാറും എല്ലാ എക്കോണമീസിനെയും എഫക്ട് ചെയ്തു. US ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ബാങ്കുകള്, ആ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആൾക്കാർ, അങ്ങനെ എല്ലാവരെയും വളരെ കൂടുതലായിട്ട് അത് എഫക്ട് ചെയ്തിരുന്നു. സോ എക്സ്ചേഞ്ച് റേറ്റ് റെജീംസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫിക്സഡ്, ഫ്ലോട്ടിംഗ്, മാനേജ്ഡ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. IMF ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട്. ഇവരൊക്കെ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. 91 ഇന്ത്യക്ക് ഒരു വലിയൊരു ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു BOP ക്രൈസിസ്. എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ട്രേഡ് പേയ്മെന്റിനുള്ള ഫണ്ട് പോലും ഇല്ലാത്ത സിറ്റുവേഷൻ. അങ്ങനെ വന്നപ്പം 91 ഇന്ത്യ ചെയ്തത് IMF നിന്ന് കടം വാങ്ങുകയാണ്. IMF നിന്ന് കടം വാങ്ങുന്നത് വേറെ വലിയ പ്രോസസ്സാണ്. നമ്മളൊരു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലാണ് വാങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ എക്കണോമിക് റിഫോംസ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റിനാണ്. എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നോക്കിയാൽ ജസ്റ്റ് ഒരു കടം വാങ്ങലാണ് അല്ലെ. ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഇന്ത്യ ഒരു സപ്പോർട്ട് സീക്ക് ചെയ്തു. പക്ഷെ അതിന്റെ ഇമ്പാക്ട് നോക്കിയാലോ, 91 ഇന്ത്യ ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമിലാണ്. അപ്പൊ അതാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇമ്പാക്ട്. ഈ കടം കൊടുക്കുന്നത് വഴി തന്നെ അവർ എങ്ങനെയാണ് മൊത്തത്തിൽ രാജ്യങ്ങളുടെ എക്കണോമിക് കാര്യങ്ങൾ മാറ്റുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണത്. FPIയും FDIയും നമ്മൾ ഡിഫറൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും. ക്രൈസിസുകൾ എന്തായിരുന്നു എന്നാണ് 97 ക്രൈസിസും 2008 US ക്രൈസിസും. ഇത് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ദിസ് വുഡ് ബി യൂസ്ഫുൾ ഫോർ യു. ഐ എം നോട്ട് റീഡിങ് ഇറ്റ് നൗ. ഒന്ന് വായിച്ചു നോക്കുക. ഫൈനാൻഷ്യൽ ആൻഡ് മോണിറ്ററി സ്ട്രക്ചറിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടും. ഇനി സെക്യൂരിറ്റി സ്ട്രക്ചർ ആണ്. ഗ്ലോബൽ സെക്യൂരിറ്റി സ്ട്രക്ചർ എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ പല ആക്ടേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, അപ്പം അവര് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഡെഫിനറ്റ്ലി അതിൽ വളരെ പ്രധാനമാണ്. UN, യുണൈറ്റഡ് നേഷൻസ് ഒക്കെ പോലെ ഒരു വേൾഡ് വാർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണല്ലോ യുണൈറ്റഡ് നേഷൻസ്. മിലിറ്ററി അലയൻസസ്, പല രാജ്യങ്ങൾ ചേർന്നിട്ട് മിലിറ്ററി അലയൻസസ് ഉണ്ട്. ആൻഡ് ദർ പ്രൈമറി ഒബ്ജക്റ്റീവ് ഇസ് ടു എൻഷുർ ദ ഗ്ലോബൽ സെക്യൂരിറ്റി. ഓക്കെ, പിന്നെ ഗ്ലോബൽ സെക്യൂരിറ്റി ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ മിലിറ്ററി കോണ്ടക്സ്റ്റിൽ മാത്രമല്ല, ഹ്യൂമൻ, എൻവയോൺമെന്റൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സിലും കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഐഡന്റിറ്റിയുടെ പേരിലോ അയാളുടെ കൾച്ചറിന്റെ പേരിലോ അല്ലെങ്കിൽ അയാളുടെ എത്നിസിറ്റിയുടെ പേരിലോ ഒക്കെ അയാളുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ ഈവൻ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ത്രെറ്റ് ടു സെക്യൂരിറ്റി. ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് പീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ. മിലിറ്ററി അലയൻസസിന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോളുണ്ട്. ഓക്കെ, റീസെന്റ് വാർ സിനാരിയോയിലൊക്കെ അറിയാമല്ലോ, മിലിറ്ററി അലയൻസസ് മുന്നോട്ട് വരണം എന്ന് രാജ്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യും. അവർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യം ഒറ്റയ്ക്കൊരു വാർ ഫേസ് ചെയ്യുന്ന പോലെ അല്ല, ഇഷ്യൂ എലിവേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ചില സമയത്ത് അഗ്രവേറ്റ് ചെയ്യും. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. നാറ്റോ ഒക്കെ പോലുള്ള കളക്റ്റീവ് സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഇതിന്റെ ഭാഗമാണ്, എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ട്. പിന്നെ എക്കണോമിക് ഇന്റർഡിപെൻഡൻസ് ഉള്ളത് കൊണ്ട് ഇപ്പോ 2 രാജ്യങ്ങൾ തമ്മിലൊരു ഇഷ്യൂ വന്നാൽ നിപ്പിലപ്പം തന്നെ വെടിവെക്കാം, തല്ലിക്കൊല്ലാം എന്ന് വിചാരിക്കുന്നത് ഇസ് നോട്ട് ഈസി. കാരണം എക്കണോമിക് റിലേഷൻസ് അത്രയും, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ട്രേഡിലും പിന്നെ പ്രൊഡക്ഷനിലും ഒക്കെ ഹൈലി ഇന്റർറിലേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ നിപ്പിൽ ഇന്ന രാജ്യത്തിനെ തകർത്തേക്കാന്ന് വിചാരിച്ചാൽ തകർക്കൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് നിങ്ങളെ എക്കണോമിക്കലി അത്രയധികം ചിലപ്പം അഫക്ട് ചെയ്തേക്കാം. ഓക്കെ, എക്കണോമിക് ഇന്റർഡിപെൻഡൻസ് എന്ന് പറയുന്നതിന് 2 കാര്യമുണ്ട്. പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ഈ അത് നമ്മളെ ആ ഒരു കൺസേൺ ഉണ്ടാവും. പക്ഷെ നെഗറ്റീവ് എന്താണ്? നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഞാനാണ് ഓൾറെഡി സൂപ്പർ പവർ, പക്ഷെ ഐ എം അഫ്രൈഡ് ദാറ്റ് ദ അതർ കൺട്രി ഈസ് ഗോയിങ് ടു ബി ദ എക്കണോമിക് സൂപ്പർ പവർ എന്ന് വരുമ്പോൾ ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ പറഞ്ഞ് ഞാൻ കയറി അവരെ ആക്രമിക്കാം.
അല്ലെങ്കിൽ എനിക്ക് ഓയില് ചീപ്പായിട്ട് കിട്ടണം. അപ്പോൾ ഹൈലി ഓയിൽ റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രി ഉണ്ട്, എനിക്ക് വേറൊരു ട്രേഡും പിന്നെ എക്കണോമിക് റീസൺസ് ഒന്നും പറഞ്ഞ് എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂളറാണ് ഉള്ളത്. അപ്പൊ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ഞാനൊരു സെക്യൂരിറ്റി റീസൺ പറഞ്ഞ് ആ രാജ്യത്തിന് കയറി ആക്രമിച്ചിട്ട് അവരുടെ റിസോഴ്സ് ഞാൻ ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞ് എക്കണോമിക് ഇന്റർഡിപെൻഡൻസ് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് സെക്യൂരിറ്റി അഫക്ട് ചെയ്യും. another thing is ട്രാൻസ്നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നാഷണൽ ബോർഡേഴ്സിൽ മാത്രമല്ല, ഇപ്പൊ ടെററിസം, സൈബർ ക്രൈം, അല്ലെങ്കിൽ ഇപ്പം റീസെന്റ് ആയിട്ട് ഇപ്പം നമ്മൾ കോവിഡ് പോലെയുള്ള പാൻഡമിക്കുകളും പരിഗണിക്കും. ഓക്കെ, അതൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അതിപ്പം ചൈനയിൽ ഉണ്ടായി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ ഹാപ്പി ആയിട്ട് നിന്നിട്ട് പറ്റുമോ? ഇല്ല, ഇറ്റ് ഈസിലി ഗെറ്റ് സ്പ്രെഡ് അക്രോസ് ദ ഗ്ലോബ്. അതുപോലെ ടെററിസം ഇപ്പം അഫ്ഗാനിസ്ഥാനിലാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് കുഡ് ഈസിലി ഏതെങ്കിലും ഒരു രാജ്യം ടെററിസം ആക്ടിവിറ്റീസിന് സ്പേസ് കൊടുത്തു എന്ന് വിചാരിക്കുക. പ്രോബ്ലം ഈസ് അത് ലോകം മുഴുവൻ എപ്പോൾ വേണോ ഒരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ട്രാൻസ്നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ പല കോണ്ടെക്സ്റ്റിലും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. എൻവയോൺമെന്റ് ഈസ് അനദർ എക്സാമ്പിൾ. ക്ലൈമറ്റ് ചേഞ്ചും റിസോഴ്സ് ഡിപ്ലേഷനും ഒന്നും നമുക്ക് ഒരു രാജ്യം നോക്കിക്കോളും എന്ന് വിചാരിക്കാൻ പറ്റില്ല, അതൊരു ഗ്ലോബൽ സെക്യൂരിറ്റി ത്രെട്ടാണ്. ഹ്യൂമൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ പോവർട്ടി ആവാം, വാർ ക്രൈം, അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സിവിൽ വാർ റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകരാജ്യങ്ങൾ അവരുടെ സിവിൽ വാർ അല്ലേ എന്ന് പറഞ്ഞ് സാധാരണ മിണ്ടാതിരിക്കാറില്ല. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു എത്നിക് ഗ്രൂപ്പിന് നേരെ അറ്റാക്ക് ഉണ്ടായാൽ ബാക്കി രാജ്യങ്ങൾ മിണ്ടാതിരിക്കാറുണ്ട്. കാരണം ഇതൊക്കെ ഹ്യൂമൻ സെക്യൂരിറ്റിക്ക് നേരെയുള്ള ഒരു അറ്റാക്ക് ആയിട്ട് നമ്മളിപ്പോൾ പരിഗണിക്കും. പോവർട്ടി ആയിക്കോട്ടെ, ഒരു ഡിസീസ് സ്പ്രെഡ് ആവുന്ന ആയിക്കോട്ടെ, ഇത്തരം സംഗതികൾ വിതിൻ ഡൊമസ്റ്റിക് ടെറിട്ടറി ആണ് നടക്കുന്നതെങ്കിൽ പോലും അത് ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ് പുതിയ നോംസ്. പവർ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ചില പവേഴ്സ് എമേർജ് ചെയ്യുന്നത്, ചില പവേഴ്സ് കൊളാപ്സ് ചെയ്യുന്നത്, അത് അറ്റ് ടൈംസ് ഗ്ലോബൽ സെക്യൂരിറ്റി റീഷേപ്പ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ പൊതുവേ പറയുമല്ലോ, ഇപ്പോൾ കോൾഡ് വാർ പീരിയഡിൽ 2 ഈക്വൽ പവേഴ്സ് ആയിരുന്നു, അത് കഴിഞ്ഞ് ആ സമയത്ത് ഫ്രിക്ഷൻസ് ചിലപ്പോൾ കൂടുതലായിരിക്കാം. പിന്നെ ഒരൊറ്റ സിംഗിൾ ഹെജ്മൻ ആണെങ്കിൽ കുറച്ചുകൂടെ പീസ്ഫുൾ ആണോ ലോകം? ഇതൊക്കെ തിയറിയിൽ ഡിസ്കസ് ചെയ്യുന്ന സംഗതികളാണ്. പക്ഷെ എന്താണെങ്കിലും പവർ ഡൈനാമിക്സ് മാറുന്നത് ഗ്ലോബൽ സെക്യൂരിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, അതായത് ഒരാളിനെ ചാലഞ്ച് ചെയ്ത് വേറൊരു പവർ വരുന്നു എന്ന് കാണുമ്പോൾ അതിനോട് ഇവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ദാറ്റ് കുഡ് ബി അനദർ സെക്യൂരിറ്റി ഇഷ്യൂ. ഇനി സെക്യൂരിറ്റി ഡയലിമ എന്ന് പറയുന്നത് എല്ലാവരും each country actually want to improve their security. They are a bit skeptical about the other country, പക്ഷേ they have to fight together. എക്സാമ്പിൾ കോവിഡ് വിചാരിക്കുക. കോവിഡ് പീരിയഡിൽ പല രാജ്യങ്ങളും പലരും ചൈന ഇത് ബാക്കി റെസ്റ്റ് ഓഫ് ദ വേൾഡിനെതിരെ ഒരു സാധനം ട്രൈ ചെയ്തതാണോ എന്ന് സംശയിച്ചു. പക്ഷെ അത് സംശയിച്ച് വെറുതെ ഇരുന്നാൽ പറ്റുമോ? ഇല്ല. ബട്ട് everyone have to fight against that. അതൊരു കോമൺ ത്രെട്ട് ആയിട്ട് കണ്ട് ആ കോമൺ ത്രെട്ടിനെ അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ട്രസ്റ്റ് ഇഷ്യൂ ഇസ് ഓൾസോ ദെയർ. ഓക്കെ, അതായത് ഇതൊരു ബയോവാർ ആണോ അല്ലേ എന്ന് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ അത് ആലോചിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. യു ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിക്ലെയർഡ് ബയോവാർ, നിങ്ങൾ അതിൽ പെട്ട് കിടക്കുന്ന രാജ്യത്തിനെയും ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം കൂടെ ഉണ്ട്. സ്നേഹം കൊണ്ട് മാത്രമല്ല, ബിക്കോസ് ഇറ്റ്സ് എ ഗ്ലോബൽ ഇഷ്യൂ. അത്രയുമാണ് സെക്യൂരിറ്റി സ്ട്രക്ചറിനെ പറ്റി. ഇനി വാട്ട് ഇസ് നോളജ് ആൻഡ് ടെക്നോളജി സ്ട്രക്ചർ? നോളജ് ആൻഡ് ടെക്നോളജി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ റൂൾസും പിന്നെ പവർ ഡൈനാമിക്സും, ഒരു ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് സ്പ്രെഡ് ചെയ്യുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെപ്പറ്റി അതിൻ്റെ ഒരു സ്ട്രക്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ് നോളജ് ആൻഡ് സെക്യൂരിറ്റി സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞല്ലോ, ലേണിങ്ങിൽ, ടെക്നോളജിക്കൽ ഇന്നോവേഷനിൽ, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ, ഇതിലൊക്കെ നോളജ് ആൻഡ് ടെക്നോളജി സ്ട്രക്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് സയന്റിഫിക് ഇന്നോവേഷൻസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഡെഫിനറ്റ്ലി അവരുടെ പ്രൊഡക്ഷനിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. പിന്നെ അവർ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. ഓക്കെ, അവർക്ക് അവരുടെ ഫൈനാൻസ് മാർക്കറ്റ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അവർക്ക് പിന്നെ സെക്യൂരിറ്റിയിൽ, നാഷണൽ സെക്യൂരിറ്റിയിൽ അവർ അഡ്വാൻസ്ഡ് ആയിരിക്കും.
എന്ന് പറഞ്ഞാൽ നോളജ് ആൻഡ് ടെക്നോളജി സ്ട്രക്ചറിൽ ഒരു അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ അപ്പർ ഹാൻഡ് ഉള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഈ ബാക്കി എല്ലാ സ്ട്രക്ചേഴ്സിലും അതിന്റെ മെച്ചം അവർക്ക് കിട്ടും. പ്രൊഡക്ഷൻ എഫിഷ്യന്റ് ആയിരിക്കും, ഫൈനാൻസിൽ കുറച്ചും കൂടെ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടാവും, അവരുടെ സെക്യൂരിറ്റി മെഷേഴ്സ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം hence we know that this specific thing is quite significant. ഓക്കെ, ഇനി സ്ട്രക്ചർ സാധാരണഗതിയിൽ നാഷണൽ ലോസും ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ടെക്നോളജി ഇന്നോവേഷൻ, അതിനെ നാഷണൽ ലോസ് ഡെഫിനറ്റ് ആയിട്ടും പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങൾക്ക് അത് വയലേറ്റ് ചെയ്തെന്ന് കണ്ടാൽ ഇന്ത്യൻ കോടതിയിൽ പോവാം. പക്ഷേ ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് ഇസ് ഓൾസോ ദെയർ. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സ്പെസിഫിക് മെഡിസിനൽ പ്ലാന്റ് എടുത്തിട്ട് പുറത്തുനിന്ന് റിസർച്ചേഴ്സ് വന്ന് അവരൊരു മരുന്ന് കണ്ടുപിടിച്ചു, അവരതിന്റെ പേറ്റന്റ് എടുത്തു എന്ന് വിചാരിക്കുക. അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? ആ ആ ഇല ഉപയോഗിച്ച് ആ മരുന്ന് ഉണ്ടാക്കാനുള്ള മുഴുവൻ കൊമേഴ്സ്യൽ റൈറ്റ്സും ആ സ്പെസിഫിക് കമ്പനിക്ക് പോകും. ലോക്കലി ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരും ലോക്കലി അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരും നാളെ തൊട്ട് ചിലപ്പം ലീഗലി അത് ഉപയോഗിക്കാൻ അർഹതയില്ലാത്തവരായി മാറും. സോ ദിസ് ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമുക്ക് പല കേസുകളും അങ്ങനെയുണ്ട്. GI, അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഞ്ഞളിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടി ആരെങ്കിലും ക്ലെയിം ചെയ്യുമ്പോൾ ഇന്ത്യ ട്രിപ്സിൽ പോയിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അനുസരിച്ച് അത് ഫൈറ്റ് ചെയ്ത് അങ്ങനെയല്ല ഇത്രയും നാളെ സെഞ്ചുറീസ് ആയിട്ട് ഈ ഇൻഫർമേഷൻ ഈ ലോക്കൽസിനുള്ളതാണ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കോമൺ ഇൻഫർമേഷൻ ആണ് എന്ന് പറഞ്ഞ് ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആ രീതി പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ R&Dയിൽ കഴിഞ്ഞ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അവർ അത്രയും അധികം എഫേർട്ടും എനർജിയും സ്പെൻഡ് ചെയ്ത് ഒരു പുതിയ ഇൻഫർമേഷനോ ടെക്നോളജിയോ കണ്ടുപിടിച്ചാൽ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ലീഗലി പ്രൊട്ടക്റ്റഡ് ഇന്റർനാഷണലി, അവർക്ക് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഒന്നും തിരിച്ചു കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും പുതിയ കണ്ടുപിടുത്തം നടത്താനും ആരും മുന്നോട്ട് വരില്ല. ഓക്കെ, നിങ്ങൾ കോവിഡിന് ഒരു പുതിയ വാക്സിൻ കണ്ടുപിടിച്ചു. ആ വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള പ്രോസസ്സ് നിങ്ങൾക്ക് എത്രയോ രൂപ ചിലവായിട്ടുണ്ടാവും. അതിന്ന് ആ കണ്ടുപിടിച്ച് കഴിഞ്ഞ അടുത്ത ആഴ്ച തൊട്ട് എല്ലാവരും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇത്രയും നഷ്ടം വരും. അത് വരാതിരിക്കാൻ ഇത്ര കാലത്തേക്ക് ഇതിന്റെ റൈറ്റ് നിങ്ങൾക്കാണ് എന്ന് ഇന്റർനാഷണലി ഒരു അഷ്വറൻസ് എന്ന് അതിന്റെ IPR നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എത്ര രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്തോ ആ ഇൻവെസ്റ്റ്മെന്റും നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു നോമിനൽ പ്രോഫിറ്റും എടുക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇൻഫർമേഷൻ, ബിക്കോസ് അത് എല്ലാവർക്കും ഉപകാരപ്പെടുത്തുന്ന ഇൻഫർമേഷൻ ആണ്, നിങ്ങൾക്ക് മാത്രമായിട്ട് എന്നും ബിസിനസ്സിന് ഉപയോഗിക്കാനുള്ള ഒരു എത്തിക്കൽ റൈറ്റ് ഇല്ല. സോ ദെൻ യു മേ ഹാവ് ടു ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ് ആൻഡ് ലെറ്റ് ദ ഹ്യൂമൻ ലൈക്ക് റേസ് എൻജോയ് ദ ബെനിഫിറ്റ്. അങ്ങനെ ഒരു ബേസിക് സംഗതിയാണ് അവിടെ ഉള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. സെമി കണ്ടക്ടേഴ്സിന്റെ AI മോഡൽസിലൊക്കെ US-നൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഓക്കെ, ചൈനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പേറ്റൻസ് ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരാൾക്കാർ അവരാണ്. പക്ഷേ അവർക്ക് ഒരു എന്താണ് എക്സ്പോർട്ട് ഇഷ്യൂസ് വരുന്ന സമയത്ത് അത് അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ ചിപ്പ് പ്രൊഡക്ഷനിൽ വേണ്ടുന്ന ടെക്നോളജി പേറ്റന്റ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യത്തോട്ട് കയറ്റി അയക്കാൻ അവർക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ നോളജ് സ്ട്രക്ചറിനെ നമ്മൾ എങ്ങനെ ഗവേൺ ചെയ്യുന്നു എന്നുള്ളത് ഈ പറയുന്ന അവരുടെ എന്താണ് പ്രൊഡക്ഷനും ട്രേഡിലും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയിലടക്കം നമുക്കിപ്പോൾ ഒരുപാട് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കാരണം US-ഉം ചൈനയും ഒക്കെ അവരുടേതായ ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അവർക്ക് അത്രയും അപ്പർ ഹാൻഡ് ഉണ്ട്. ടെക്നോളജിക്കൽ സംഗതികളിൽ അവര് പേറ്റൻസ് ആണെങ്കിലും പിന്നെ പുതുതായിട്ട് വരുന്ന സംഗതികളിലൊക്കെ അവർ ദേ ഹാവ് സച്ച് ആൻ അഡ്വാൻറ്റേജ്. പക്ഷേ ഡെവലപ്പിംഗ് എക്കോണമീസ് അതിനൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ, എസ്പെഷ്യലി ഇന്ത്യക്കൊക്കെ സർവീസിലും IT-ലും അത്രയും ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് വി ആർ ഓൾസോ ട്രൈങ് ടു റീപ്പ് ദ ബെനിഫിറ്റ്സ്. എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്ത് പിന്നെ ആൾക്കാർക്ക് മുഴുവൻ എന്താണ് ഡിജിറ്റലി അവരെ എംപവർ ചെയ്തിട്ടുണ്ടെങ്കിൽ we too may be able to make
ഗുഡ് മൂവ്. ഈ പറയുന്ന നോളജ് ആൻഡ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ പല ഗവൺമെന്റ് സ്കീംസിലും അവർ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഫ് യു ഹാവ് എ ഗുഡ് ഐഡിയ യു ഗോ ടു ഗവൺമെന്റ് ഓർ സം വൺ എൽസ്, നിങ്ങൾക്ക് അതിന് വേണ്ട അസിസ്റ്റൻസ് തരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഗതികൾ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഇൻഡിവിജ്വൽസ് ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട് ഇൻ ദിസ്. നിങ്ങളൊരു നല്ല റിസർച്ചർ ആയിരിക്കും, നിങ്ങൾ ഇപ്പം ഫിസിക്സിലോ എന്തിലെങ്കിലും, നോട്ട് നെസസറിലി ഇൻ ഫിസിക്കൽ സയൻസസ്, ഈവൻ ഇൻ അതർ സയൻസസ്, നിങ്ങളൊരു പുതിയ മെത്തേഡോ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ റിസർച്ചും അക്കാഡമിക് റിസർച്ചും ഇൻഡസ്ട്രീസും തമ്മിൽ വൻ കൊളാബറേഷൻ നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഈ പുതിയ ഒരു നോളജ് ഓർ ഇൻഫർമേഷൻ ഓർ ടെക്നോളജി ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്നാൽ there are private and public എന്താണ് institutions that are ready to help them. ബിക്കോസ് അങ്ങനെ ഹെൽപ്പ് ചെയ്ത് അതിലൊരു മുന്നോട്ട് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ആക്ച്വലി കോൺട്രിബ്യൂട്ട് ടു ദാറ്റ് എക്കോണമി, ഡൊമസ്റ്റിക് എക്കോണമിക്ക്. ഇപ്പം നമ്മുടെ കോളേജിൽ തന്നെ എനിക്ക് നമ്മുടെ പല ഡിപ്പാർട്ട്മെന്റ്സിലും ടീച്ചേഴ്സിന് പേറ്റന്റ് കിട്ടിയിട്ടുള്ളവരുണ്ട്. അവരുടെ ഇതിപ്പം ബോട്ടണിയിലൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അവരെന്തെങ്കിലും ഒരു സാധനം, ഒരു പുതിയ ഒരു സ്പീഷീസിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ആക്ച്വലി രജിസ്റ്റർ ദാറ്റ് ഇൻ ദെയർ നെയിം. ഓക്കെ, അപ്പൊ അതൊക്കെ ആ നോളജിനെ ഒരു എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഫോമാണ്. അത് ഇന്റർനാഷണലി ഉള്ളൊരു സ്ട്രക്ചറുമാണ്. ട്രിപ്സ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സംഗതിയാണ്. അതിൽ എന്തൊക്കെ വരുന്നു എന്നൊരു ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടി ഞാൻ പറയുകയാണ്. പേറ്റന്റ് വരും, കോപ്പിറൈറ്റ് വരും, ട്രേഡ് മാർക്ക് വരും, ഡിസൈൻ വരും, പിന്നെ ട്രേഡ് സീക്രട്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് KFC ചിക്കൻ, അതിന്റെ ഒരു ട്രേഡ് സീക്രട്ട് ഒരു സാധനം ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്ത് നിങ്ങൾക്കത് ഇൻ കേസ് if you happen to get in touch with that, നിങ്ങൾക്ക് ആ സ്പെസിഫിക് ട്രേഡ് സീക്രട്ട് അറിയാൻ ഇടയായാൽ നാളെ നിങ്ങൾ വെളിയിലിറങ്ങി ഇത് വിൽക്കാൻ പാടില്ലല്ലോ. അപ്പൊ അവിടെയൊക്കെ ഈ IPR നോംസ് വളരെ സ്ട്രോങ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു സാധനം പുറത്ത് വിട്ടാൽ നിങ്ങൾ അത്രയും പീനലൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആൾക്കാർ സിമ്പിളായിട്ട് കയറി വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ എന്തെങ്കിലും ട്രേഡ് സീക്രട്സ് ഉണ്ടെങ്കിൽ അത് അടിച്ചു മാറ്റി വേറൊരു പ്രോഡക്റ്റ് തുടങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ആ ഇന്റർനാഷണൽ മൊണോപ്പൊളി തന്നെ അത് എഫക്ട് ചെയ്യും. ഇങ്ങനെ വരാതിരിക്കാനാണ് ഈ രീതിയിൽ പ്രോപ്പർട്ടി റൈറ്റ്സ് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുന്നത്. ഇത് എങ്ങനെയാണ് അതിനെ നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് ഒക്കെ വരുന്ന സമയത്ത് ഇതിന്റെ ഇഷ്യൂ ആണ്. ഡിജിറ്റൽ ഡിവൈഡ് അറിയാമല്ലോ, ലോകത്ത് എല്ലാവർക്കും ഒരേ ഡിജിറ്റൽ ആക്സസ് ഇല്ല. കുറെ പേർക്കാണുള്ളത്, കുറെ പേർക്ക് ആക്സസ് ഇല്ല. അപ്പൊ ആ ആക്സസ് ഇല്ലാത്ത ആൾക്കാർ ഇതിന്റെയൊക്കെ എന്താണ് മോശം എൻഡിലായിരിക്കും വരുന്നത്. പിന്നെ നോളജ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ KFC ലോകത്തിന്റെ മുക്കിലും മൂലയിലും വരുന്നുണ്ട്. അപ്പൊ KFCയുടെ ആ പറയുന്ന എന്താണ് IPR അവരെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളത് ഇസ് ആക്ച്വലി ഇറ്റ് വുഡ് ബി ഡിഫിക്കൾട്ട് ഫോർ ദം. ഓക്കെ, എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിങ്ങളുടെ പ്രോഡക്റ്റും സംഗതികളും എത്തുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ നിങ്ങൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത് ട്രിക്കി ആവുകയാണ്. പിന്നെ ഡിസ്പ്യൂട്ട്സ് ഒരുപാട് വരുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മുടെ ജിയോ ടാഗില് റസ്ഗുള, ഐ തിങ്ക് റസ്ഗുളയെ പറ്റി രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ, ഒഡീഷയും വെസ്റ്റ് ബംഗാളും തമ്മിൽ, ഒഡീഷയുടെ എന്താണ് GI ആണെന്നും GIയുടെ ഫുൾ ഫോം എന്താണ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്ററോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞാൽ അത് ആറന്മുള കണ്ണാടി എന്നൊരു ബ്രാൻഡായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് കൺവെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ അപ്പം ഈ രസഗുളയാണ് അനദർ എക്സാമ്പിൾ എങ്കിൽ അത് ആരാണോ IPR രജിസ്റ്റർ ചെയ്യുന്നത് അത് ഇൻഡിവിജ്വൽ ആയിരിക്കില്ല, അല്ലാതെ അവർക്കായിരിക്കും അത് ആ ബ്രാൻഡിൽ വിൽക്കാൻ പിന്നെയുള്ള റൈറ്റ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്നൊരു കണ്ണാടി ഉണ്ടാക്കി ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞ് വിറ്റാൽ അത് ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അനുസരിച്ച് എന്നെ സ്യൂ ചെയ്യാൻ പറ്റും, എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. സോ ആ രീതിയിൽ നോളജ് സ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇനി പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് ഗ്ലോബലൈസേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനിക്വാലിറ്റി, ജെൻഡർ ഇഷ്യൂസും എൻവയോൺമെന്റും ആണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടല്ല വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ടുള്ളത്. ഗ്ലോബൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു 45% ആൾക്കാരുടെ കയ്യിൽ 45% വെൽത്ത് ജസ്റ്റ് 1%ന്റെ കയ്യിലാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഉള്ള മുഴുവൻ മനുഷ്യരെ എടുത്താൽ അതിൽ കേവലം 1% ആൾക്കാർ, നമ്മൾ സൂപ്പർ റിച്ച് എന്ന് പരിഗണിക്കുന്ന 1% ആൾക്കാരുടെ കയ്യിലാണ് അറൌണ്ട് 50% ഓഫ് ഗ്ലോബൽ വെൽത്ത്. എന്ന് പറഞ്ഞാൽ ഈ ബാക്കി 99% ആൾക്കാരും
റിമൈനിങ് വെൽത്ത് ഷെയർ ചെയ്ത് ജീവിക്കുകയാണ്. അതായത് സൂപ്പർ റിച്ച് ആയിട്ടുള്ള ഒരു ക്ലാസ് എമേർജ് ചെയ്യുകയും അവരുടെ വെൽത്ത് കൂടി വരികയും ചെയ്യുന്നുണ്ട്. അത് ഇൻഇക്വാലിറ്റി വലിയ രീതിയിൽ കൂട്ടുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഇൻകവും വെൽത്തും ഈ ഡിസ്പാരിറ്റിയുടെ ഒരു ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ് സഹാറൻ ആഫ്രിക്കയിൽ 16% മൊത്തം പോപ്പുലേഷന് 16% ആൾക്കാരുണ്ട്. പക്ഷെ അവിടെയുള്ള ഒരു ഏകദേശം 70% ആൾക്കാരും എക്സ്ട്രീം പോവർട്ടിയിലാണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പം അതിനെ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വന്ന പല ഫാക്ടേഴ്സും കാരണമാകുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ തൊട്ട് കണ്ടംപററി റീസൺസ് വരെ. ഇനി ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അക്രോസ് കൺട്രീസ് മാത്രമല്ല വിത്തിൻ കൺട്രീസും ഉണ്ട്. വിത്തിൻ കൺട്രീസിലും ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ സൂപ്പർ റിച്ച് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും റിച്ച് എന്ന് പരിഗണിക്കുന്ന ഒരു രാജ്യം എടുത്താൽ ആ രാജ്യത്തിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ഹൈ ഇനിക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതിന് ഈ പറഞ്ഞ പല റീസൺസും ഫാക്ടർ ആവുന്നുണ്ട്. ജെൻഡർ ഇഷ്യൂസ് നമ്മൾ ലൈക്ക് എങ്ങനെയാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കോണമിയിൽ നമ്മൾ ജെൻഡർ റിലേഷൻസിൽ ജെൻഡർ ഒരു ഫാക്ടറായിട്ട് വരുന്നത്. ലേബർ മാർക്കറ്റ് ഇനിക്വാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സാധാരണഗതിയിൽ കൺവെൻഷനലി കുറവാണ് സ്ത്രീകളുടേത്. പിന്നെ വേജ് ഗ്യാപ്പ്, സ്ത്രീക്ക് കിട്ടുന്നതും പുരുഷന് കിട്ടുന്നതുമായി വേജ് തമ്മിലൊരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും പല രാജ്യങ്ങളിലും ലീഗലി സ്ത്രീകളുടെ ലേബർ മാർക്കറ്റിൽ അവർക്ക് എത്ര ഇടപെടാൻ പറ്റും, എത്ര സ്കില്ല് നേടാൻ പറ്റും, എത്ര ജോലിക്ക് പോകാൻ പറ്റും, അത് പ്രോബ്ലമാറ്റിക് ആണ്. ഡിസിഷൻ മേക്കിങ്ങിൽ പലപ്പോഴും സ്ത്രീകൾ പരിഗണിക്കപ്പെടാറില്ല. ലീഡർഷിപ്പിൽ വിമൻ മെനോട്ട് കം പോളിസി മേക്കിങ്ങിൽ. പിന്നെ വേറെ പ്രധാന സംഗതി ജെൻഡർ എക്കണോമിക്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അൺപെയ്ഡ് ആൻഡ് റിപ്രൊഡക്റ്റീവ് ലേബർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു കൺവെൻഷണൽ സംഗതി ഉണ്ട്, ഹൗസ് ഹോൾഡ് ആൻഡ് കെയർ വർക്ക് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു നോം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കെയർ വർക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുണ്ട്, നിങ്ങൾ കുഞ്ഞിനെ നോക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ എൽഡർലി ഉണ്ട്, അവരെ ടേക്ക് കെയർ ചെയ്യുന്നു, ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അതിന് കൂടെ നിൽക്കുന്നു, രാത്രി ഉറങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ അവരെ ഉറങ്ങാതെ നോക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കെയർ എക്കോണമി പറയുന്ന കെയർ വർക്ക്. ട്രഡീഷണലി ഇത്തരം വർക്ക് വിമനാണ് പെർഫോം ചെയ്തു വരാറുള്ളത്. പക്ഷേ വി ഹാർഡ്ലി റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് വർക്ക്. അത് നിങ്ങളൊരു പുറത്തുനിന്നൊരു സർവീസിൽ നിന്ന് ഒരു ഏജൻസിയിൽ നിന്ന് ഒരാളിനെ വിളിച്ച് ഈ പണിക്ക് നിർത്തിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും വേജ് കൊടുക്കേണ്ടി വരും. അത് ലേബറാണ്, വർക്കാണ്. പക്ഷെ വീട്ടിൽ ഒരു ആൾ തന്നെ ചെയ്യുന്ന സമയത്ത് അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോകുന്നു. ഓക്കെ, അപ്പം സ്ത്രീകളുടെ വർക്ക് ഇനി റിപ്രൊഡക്റ്റീവ് ലേബർ ആണെങ്കിലും അതെ. അപ്പം ഇത്തരത്തിൽ സ്ത്രീകളുടെ വീട്ടിൽ ചെയ്യുന്ന വർക്ക്, കെയർ വർക്ക് തുടങ്ങി ഇത്തരം കാര്യങ്ങൾ കൺവെൻഷനലി വർക്കായിട്ട് പരിഗണിക്കപ്പെടാതെ പോകും. അത് അൺപെയ്ഡ് ആണ്, അത് അൺറെക്കഗ്നൈസ്ഡ് ആണ്. പക്ഷേ അത് ചെയ്തുകൊണ്ടിരുന്ന ആരാണോ അയാൾ അത് ചെയ്യാതെ ആവുകയും ഒരു പോയിന്റിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഒരാളെ ഹയർ ചെയ്യേണ്ടി വന്നാൽ യു ഡെഫിനറ്റ്ലി ഹാവ് ടു പേ എ ഗുഡ് സം ഫോർ ദം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ വർക്കാണ്, അത് വേജ് കിട്ടേണ്ട സംഗതിയാണ്, അത് ചെയ്തുകൊണ്ടിരുന്ന ആൾ ആരായാലും ഇത്രയും കാലം അയാൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോയതാണ്. ഇത് ജെൻഡറിൽ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഇന്റർനാഷണലി നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ വർക്കിനാണ് ഇങ്ങനെ ഒരു ഫീച്ചർ വരുന്നത്. സ്ത്രീകളുടെ വർക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെയും വേജ് ഇല്ലാതെ പോവുകയും ചെയ്യുന്നത്. പിന്നെ ഗ്ലോബലൈസേഷൻ എങ്ങനെ ഇതിനെ എഫക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർജിനലൈസിങ് ഫെമിനൈസ്ഡ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് ചില വർക്ക് ഹൈലി എന്താണ് മസ്കുലിനായിട്ട് ജെൻഡേർഡ് ഇമ്പാക്ട്സ് വരുന്നത്. ചില വർക്ക് നിങ്ങൾ എന്താണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ആശാ വർക്കേഴ്സിന്റെ you know who are ashas, right? They are now like striking in front of secretariat. അവർ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് അവർക്ക് മേ ബി ഒരു സ്പെസിഫിക് സ്കീമിൽ ഉൾപ്പെടുത്തി അവർക്ക് ഇന്ന വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് they have to do certain things. അതായത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ വീട്ടിൽ കുഞ്ഞുണ്ടെങ്കിൽ അത് വാക്സിനേഷൻ എടുത്തോ, അത് ഇന്ന കാര്യം ചെയ്തോ, പ്രഗ്നന്റ് സ്ത്രീ ഉണ്ടെങ്കിൽ അവർ ഇന്നത് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സംഗതി ഉണ്ടെന്ന് വിചാരിക്കും. ഈ സംഗതി ഒരു സ്ത്രീ പോയി ചെയ്യുന്ന സമയത്ത് ഇറ്റ് മെ നോട്ട് ഈവൻ ബി റെക്കഗ്നൈസ്ഡ് ആസ് എ ഹെക്ടിക് വർക്ക്. അതായത് അവർ പോയിട്ട് അന്വേഷിച്ചിട്ട് പോയതല്ലേ. നിങ്ങളുടെ വീട്ടിലൊരു സ്ത്രീ, നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങളോട് ഇത്ര കാര്യം പറയുകയും നിങ്ങളുടെ കുഞ്ഞിന്റെ വാക്സിനേഷൻ ഇന്ന ദിവസം പോയി ചെയ്യണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമുക്കോ അവർക്കോ സിസ്റ്റത്തിനോ അതൊരു വർക്കായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല. ഓക്കെ, പക്ഷേ അതുകൊണ്ട് തന്നെ അതൊരു വർക്കാണെന്നും അതിനവര് ടൈമും എനർജിയും സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നും അതിനവർക്ക് പേയ്മെന്റ് കിട്ടണമെന്നും പറയുമ്പോൾ അവർക്ക് ചുമ്മാ എന്തിനു പൈസ കൊടുക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷെ ഇതേ സാധനം നിങ്ങൾ വിചാരിക്കുക, ഒരു ടൈ ഒക്കെ കെട്ടി ഒരു കാറിലൊക്കെ വന്നിറങ്ങി
വേറൊരു ടോട്ടൽ ഡിഫറെൻറ്റ് ഗെറ്റപ്പിൽ ഒരു ടോട്ടലി കാണുമ്പോൾ തന്നെ നിങ്ങൾ വീടിൻ്റെ വാതിലൊക്കെ ചെന്നിട്ട് ആരാ എന്താ വേണ്ടേ എന്ന് ചോദിക്കുന്ന ഒരാൾ വന്നിട്ട് നിങ്ങളോട് ഈ ഇൻഫർമേഷൻ സെയിം ഇൻഫർമേഷൻ നിങ്ങൾക്ക് കുഞ്ഞുണ്ടോ, കുഞ്ഞിന് വാക്സിനേഷൻ കൊടുത്തോ, എന്നാണ് കൊടുത്തത്, നെക്സ്റ്റ് വാക്സിനേഷൻ്റെ ഡേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അയാൾ നിങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ട് തിരിച്ചു പോയെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് അതുണ്ടാകുന്ന ഇമ്പാക്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. യു മേ ആസ് എ റിസീവിങ് എൻഡിൽ നിങ്ങൾക്കും തോന്നും ഒരാൾ വന്നിരുന്നു, അയാൾ കാറിലാണ് വന്നത്, വന്നിറങ്ങി, കോട്ടുണ്ട്, സൂട്ടുണ്ട്, അയാൾ എന്തോ ഭയങ്കര കാര്യം ചെയ്തിട്ട് പോയി. സെയിം സർവീസ് മോർ എഫിഷ്യൻ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾ വന്ന് അന്വേഷിച്ച് ഇൻഫോം ചെയ്തിട്ട് പോകുന്നത്. അവരത് അപ്ഡേറ്റും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതിൽ ഒരു സംഗതി നമുക്ക് വലിയൊരു വർക്കായിട്ടും അത് വേജ് കിട്ടേണ്ടുന്ന ഒരു കാര്യമായിട്ടും ഫീൽ ചെയ്യും. പക്ഷേ മറ്റേ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേച്ചി നൈറ്റ് ഇട്ടുകൊണ്ട് വന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് വർക്കായിട്ടേ തോന്നത്തില്ല. ഇനി അതിനവർക്ക് സാലറി കൊടുക്കുന്നു, സാലറി കൂടുതൽ വേണം എന്നവർ പറയുമ്പോൾ നമുക്ക് ഇവർക്കൊക്കെ എന്തിനാ സാലറിയുടെ ആവശ്യം എന്ന് തോന്നും, ഇല്ലേ? സോ ദിസ് ഇസ് വാട്ട് വി മീൻ ബൈ ദിസ് ഇമ്പാക്ട് ഓഫ് ഈ ജെൻഡേർഡ്. എങ്ങനെയാണ് നിങ്ങളെ ഈ രീതിയിൽ ചിലത് വർക്കാണ്, ഭയങ്കര സംഭവമാണെന്ന് തോന്നിപ്പിക്കുകയും ചില കാര്യങ്ങൾ അതേ ഇൻറ്റൻസിറ്റിയിൽ അതിനേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്നത് പിന്നെ അത്രയും വലിയ വർക്കല്ല എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ പല സംഗതികളിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മളത് ഓൾറെഡി എന്താണ് തിയറി പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആൻഡ് എൻവയോൺമെന്റിന്റെ പുറത്തുള്ള ഇമ്പാക്ട്, ദാറ്റ് ഈസ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്ക് ഇപ്പോഴറിയാം റീസെൻ്റ് ആയിട്ട് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ട്രാൻസ്ബൗണ്ടറി എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണെന്ന് പറഞ്ഞാൽ എയർ പൊല്യൂഷൻ ആണെങ്കിലും അതെ, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആണെങ്കിലും അതെ. അത്തരം ഇഷ്യൂസിനെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു രാജ്യം വിചാരിച്ചാൽ പറ്റില്ല. അതിന് നമുക്ക് ട്രാൻസ്നാഷണൽ എഗ്രിമെന്റ്സ് ഉണ്ട്. ആ എഗ്രിമെന്റ്സ് എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു ചെയ്താൽ മാത്രമേ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇനി ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ഇതിനെ ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്കറിയാം ട്രേഡ് വളരെയധികം കൂടിയിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കൂടിയിട്ടുണ്ട്, സ്പെഷ്യലൈസേഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ചില രാജ്യങ്ങൾ മിനറൽസ് കൂടുതൽ എക്സ്ട്രാക്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. ചില രാജ്യങ്ങളിൽ ആസ്ബസ്റ്റോസിലെ വർക്ക് അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്ന് പറയുമ്പോൾ അവരുടെ എൻവയോൺമെന്റും ക്വാളിറ്റിയും പൊക്കോണ്ടിരിക്കുകയായിരിക്കും. ഹയർ സ്റ്റാൻഡേർഡ്സ് ഉള്ള വേറെ ചില രാജ്യങ്ങൾ ഇത്തരം വേസ്റ്റ് ഇവിടെ ഡീൽ ചെയ്യാനേ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ദേ ആക്ച്വലി ട്രൈ ടു പ്രൊട്ടക്ട് ദെയർ ലോക്കൽ എൻവയോൺമെന്റ്. ഗ്ലോബലി ഫൈനലി ഇമ്പാക്ട് സെയിം ആയിരിക്കുമെങ്കിലും ലോക്കൽ ഇമ്പാക്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്തരം സ്ട്രഗ്ലിംഗ് കൺട്രീസിന് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് മോശമായിട്ട് വരാം ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെവലപ്ഡ് ആയ രാജ്യത്തിന്റെ വേസ്റ്റ് കൊണ്ട് അണ്ടർ ഡെവലപ്ഡ് ആയ രാജ്യത്ത് ഇടുന്ന ഒരു ടെൻഡൻസി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി എഫക്ട് ചെയ്യുന്നുണ്ട്. അത് വലിയ രീതിയിൽ മനുഷ്യനെ മാത്രമല്ല ബാക്കി എല്ലാ ഓർഗാനിസംസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് വൺ ഗുഡ് തിങ് വുഡ് ബി അവയർനെസ്സിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചില കമ്പനീസിനെ പറ്റിയിട്ട് ഇവർ ഇപ്പം ബ്ലഡ് ഡയമണ്ട്, അതായത് കുട്ടികളെ കൊണ്ട് ലേബർ എടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എൻവയോൺമെന്റ് ഹൈലി പൊല്യൂട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് എന്ന് ഒരു അവയർനെസ് വരികയും പല രാജ്യങ്ങളിലും ആൾക്കാർ അത് വാങ്ങിക്കാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന പ്രാക്ടീസ് ഇസ് നോട്ട് ഗുഡ് എന്നൊക്കെയുള്ള അവയർനെസ് എല്ലാ സ്ഥലത്തും എത്താൻ ഗ്ലോബലൈസേഷൻ സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, പക്ഷേ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ജസ്റ്റ് ഗ്രൂപ്പിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പ്രസന്റ് നീഡ്സ് വിതൗട്ട് കോംപ്രമൈസിങ് ഫ്യൂച്ചർ ജനറേഷൻസ് എബിലിറ്റി എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് എക്കണോമിക്കലി ഗ്രോ ചെയ്യാൻ വേണ്ടി ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ റിസോഴ്സും എടുത്ത് തീർത്താൽ, അത് ഫ്യൂവൽസ് ആവാം, മിനറൽസ് ആവാം, ശുദ്ധജലമാവാം, എയർ ക്വാളിറ്റി ആവാം, എന്തും, നിങ്ങളുടെ വെസ്റ്റേൺ ഗാർഡ്സ് ആവാം, വാട്ട് എവർ റിസോഴ്സ് യു ആർ ഹാവിങ്, നിങ്ങൾ ആ റിസോഴ്സ് നിങ്ങൾ വരുന്ന 60 വർഷത്തിൽ ചത്തുപോകുന്നതിനുള്ളിൽ തീർക്കാം എന്ന് വിചാരിച്ചാൽ, ദ പ്രോബ്ലം ഈസ് അത് കഴിഞ്ഞു വരുന്ന ജനറേഷൻസിന് ഇതൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അവർക്കൊരു വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ടാവില്ല, അവർക്കൊരു പ്രോപ്പർ ക്ലൈമറ്റ് കണ്ടീഷൻ കിട്ടത്തില്ല, അവർക്ക് ഹൈലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ലൈക്ക് വെതർ ആയിരിക്കും, ക്ലൈമറ്റ് ആയിരിക്കും, നല്ല വെള്ളം കിട്ടണമെന്നില്ല, പിന്നെ അങ്ങനെ. ഓക്കെ, സോ ഫ്യൂച്ചർ ജനറേഷൻസിന്റെ നീഡ്സും കൂടെ പരിഗണിച്ചുകൊണ്ട് ഇന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ്. അതിന് പല മീറ്റിംഗ്സ് നടക്കാറുണ്ട്. പാരീസ് അഗ്രിമെന്റ് അതിലൊരു ലാൻഡ്മാർക്ക് സംഗതിയാണ്. അതിൽ ഒരുപാട് സംഗതികൾ അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഇൻട്രസ്റ്റിംഗ് സംഗതിയാണ് ഈ കാർബൺ എമിഷന്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ. ഡെവലപ്ഡ് രാജ്യങ്ങൾ പണ്ട് ഇൻഡസ്ട്രിയലൈസ് ചെയ്തത് ഒരുപാട് കാർബൺ എമിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി ഡെവലപ്പ് ചെയ്യാനുള്ള രാജ്യങ്ങളോട് നിങ്ങൾ ഇനി എമിറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ഫെയർ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു കാർബൺ ക്രെഡിറ്റിന്റെ ഒരു ഫെസിലിറ്റി ഉണ്ട്.
എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് ആയ രാജ്യങ്ങൾ ഡെവലപ്പിംഗ് കൺട്രീസിനെ അവരുടെ കാർബൺ എമിഷനൊക്കെ കുറയ്ക്കാനായിട്ട് എങ്ങനെ അസിസ്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ട് ബൈ 2030 ഇന്റർനാഷണലി ഒരു 17 ഒബ്ജക്റ്റീവ്സ് നമ്മൾ എല്ലാ രാജ്യങ്ങളും അറ്റൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പോവർട്ടി, ഹങ്കർ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എൻവയോൺമെന്റ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. ഓക്കെ, അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ആ 17 എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. അതിൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ക്ലീൻ എനർജി, പിന്നെ ക്ലൈമറ്റ് ആക്ഷൻ എല്ലാവരും ചെയ്യുക, ലൈഫ് ഓൺ ലാൻഡ് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ബിലോ വാട്ടർ ലൈഫ്, അതായത് നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, ബാക്കി സമുദ്രത്തിലുമൊക്കെയുള്ള ലൈക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആക്കി ലൈഫിന് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് മുഴുവൻ കൊണ്ട് കടലിലിട്ടിട്ട് നമ്മൾ ക്ലീനാന്ന് പറയാതിരിക്കുക. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് നോഷൻ ഓഫ് സസ്റ്റൈനബിലിറ്റി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ പറയുന്നുണ്ട്. ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും തോന്നിയ പോർഷൻസ് ആണ്. ഇഫ് അറ്റ് ഓൾ യു ആർ ഹാവിങ് എനി ഡൗട്ട്, പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഓക്കെ, താങ്ക് യു.